ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിലേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താൽ അലഞ്ഞ് മനോവേദനയാൽ പിടഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ, കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എന്റെ യേശു എത്ര നല്ലവൻ. Luke 10:1. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ലൂക്കോസ് 10:1. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലങ്ങളിലേക്കും തനിക്ക് മുമ്പായി അവരെ ഈരണ്ടായി അയച്ചു പറഞ്ഞത്. അവൻ അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കർത്താവ് വേറെ 70 പേരെ, വേറെ 70, another 71.
വേറെ 71 പേരെ, മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് അത് വായിക്കാം, വേറെ 70 പേരെ നിയമിച്ചു. എന്താ വേറെ എന്ന വാക്കിന്റെ പ്രസക്തി അവിടെ? 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വാക്ക് ഇവിടെ ഉണ്ട്. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. 2 അധികാര കൈമാറ്റം 2 അധ്യായത്തിലായി യേശു കർത്താവ് ചെയ്യുകയാണ്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സകല ഭൂതങ്ങളുടെ മേലും ശക്തിയും അധികാരവും കൊടുത്തു. ഇതേ കർത്താവ് തന്നെ ഒരധ്യായം കഴിഞ്ഞപ്പോൾ ഈ 12 അല്ലാത്ത, ഈ 12-ൽ ഉൾപ്പെടാത്ത അനദർ 71, വേറെ ഒരു 71 പേരെ, വേറെ ഒരു 70 പേരെ ഇതേ ദൗത്യത്തിന് വേണ്ടി തന്നെ വിളിക്കുന്നു, വേർതിരിക്കുന്നു. അവരോടും ഈ 12-നോട് പറഞ്ഞ ഇതേ കാര്യങ്ങൾ കർത്താവ് പറയുന്നു. 2-ന്റെ ഉദ്ദേശം യേശു ഒറ്റ വാക്കിൽ പറയുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അത് ചേർത്ത് വായിച്ചാലും കറക്റ്റാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. അതും കറക്റ്റാ. ഇനി നിർത്തി വായിക്കണേ, അതും കറക്റ്റാ. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അങ്ങനെ വായിച്ചാലും കറക്റ്റാ. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യവേലക്കാരോ ചുരുക്കം എന്ന് വായിച്ചാലും കറക്റ്റാ. അവനവന്റെ അഭിരുചിക്കൊത്ത് വായിച്ചാട്ടെ. ഒരു 12-നെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ്, ഞാൻ ആ കാലഘട്ടത്തിന്റെ സമയം പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി അത് മനസ്സിലാവും. ഏതാണ്ട് ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നതിനും പുറം വേറെ ഒരു 70-നെ അതേ സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്യേണ്ടി വന്നതിന്റെ പിന്നിലെ ചേതോവികാരം, അതിന്റെ പിന്നിലെ ആവശ്യകത, അതൊരു 4-5 മിനിറ്റ് കൂടി ഞാൻ പറയും. എന്നിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ആ 2 അഭിഷേകം ചെയ്തും കണ്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആദ്യം 9-ാം അധ്യായത്തിൽ 12 പേരെ അഭിഷേകം ചെയ്യുന്നു. ഇതേ കർത്താവ് തന്നെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വേറെ ഒരു 70-നെ ഇതേ ദൗത്യത്തിന് വേണ്ടി പിന്നീട് അഭിഷേകം ചെയ്യുന്നു. എന്നാ പറ്റി നോക്കാം. ഏതോ പറ്റി നോക്കാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 9:46, അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. നടക്കുന്നു. 9:1 ശക്തിയും അധികാരവും ഏൽപ്പിക്കപ്പെട്ട് ശുശ്രൂഷയ്ക്ക് പോയിട്ട് മടങ്ങി വന്നവർ ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്നലെ നടന്ന ഭൂതശാന്തിയോ രോഗശാന്തിയോ അല്ല. അവരുടെ ഉള്ളിന്റെ ഉള്ളറയിൽ സംസാര വിഷയം നമ്മളിൽ ആരാണ് വലിയവനെന്നതാണ്. നീ കൈവച്ചപ്പോഴാണോ കൂടുതൽ രോഗി സൗഖ്യമായ? ഞാൻ കൈവച്ചപ്പോഴാണോ കൂടുതൽ രോഗി സൗഖ്യമായ? നിന്റെ ആരാധനയുടെ ശബ്ദമാണോ എന്റെ ആരാധനയുടെ ശബ്ദമാണോ മുഴങ്ങിക്കേട്ടത്? നിന്നോടാണോ കർത്താവിന് കൂടുതൽ സ്നേഹം? എന്നോടാണോ കർത്താവിന് കൂടുതൽ സ്നേഹം? നീയാണോ ഞാനാണോ ആദ്യം വന്നത്? നിന്നെയാണോ കൂടുതൽ പാസ്റ്റർ ഇഷ്ടപ്പെടുന്നത്? എന്നെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആരാണ് നമ്മുടെ ഇടയിൽ വലിയ ആള്? സംസാരം ഉണ്ടായെന്നല്ല, there was an argument. ഭയങ്കര വാദം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആരാ വലിയവനെന്നുള്ള ഉഗ്രവാദം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു പ്രധാന വിഷയമാണ് കേട്ടോ. ഞാനിതൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആശയം ഏകദേശം മനസ്സിലാവും. ഇതുപോലുള്ള ഈ വേർപെട്ട പ്രാർത്ഥനകളിലൊക്കെ അസാധാരണമായ നിലയിൽ അഭിഷേകങ്ങളെ കർത്താവ് ഊറ്റുന്നു, വ്യക്തികൾ അത് പ്രാപിക്കുന്നു. ഇതെല്ലാം സത്യവാസ്തവമാണ്. പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പകരപ്പെട്ട അഭിഷേകത്തിന്റെ കനം നഷ്ടപ്പെട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി, സാധാരണക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും സാധാരണക്കാർ കാണുക പോലെ കാണുകയും ഇടപെടുകയും ചെയ്യുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാപിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ചോർന്നൊഴിച്ചുപോയ അഭിഷേകത്തിന്റെ പ്രധാന കാര്യം ഇതാണ്. നിലനിന്ന അഭിഷേകത്തിന്റെ പ്രധാന കാര്യം ഇതാണ്. ചോർന്നൊലിച്ചു പോയതിന്റെ പ്രധാന കാര്യം കർത്താവ് പറയുകയാണ്. അഭിഷേകമൊക്കെ ഉണ്ട്, കർത്താവിന്റെ കരങ്ങളിൽ അധിക ശക്തമായി ഉപയോഗിക്കപ്പെടും.
പക്ഷെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് ഞാനാണോ വലുത് അതോ നീയാണോ വലുത്? ഞാനാണോ കൂടുതൽ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത്, നീയാണോ കൂടുതൽ രാജ്യങ്ങളിൽ പോയിട്ടുള്ളത്? എനിക്കാണോ കൂടുതൽ പബ്ലിക്കിന്റെ അട്രാക്ഷൻ കിട്ടുന്നത്, നിനക്കാണോ കൂടുതൽ പബ്ലിക്കിന്റെ അട്രാക്ഷൻ? നീയാണോ കൂടുതൽ പേരെ സ്നാനപ്പെടുത്തിയത്, നിനക്കാണോ കൂടുതൽ ശിഷ്യന്മാരുള്ളത്, എനിക്കാണോ കൂടുതൽ ശിഷ്യന്മാരുള്ളത്? നിന്റെ സഭയാണോ വലുത്, എന്റെ സഭയാണോ വലുത്? ഞാനാണോ വലുത്, നീയാണോ വലുത്? ഉഗ്രവാദങ്ങൾ ഈ വിഷയത്തിൽ നടക്കുകയാണ്. കർത്താവ് ഇത് കണ്ടു മടുത്തു കേട്ടോ. ഒന്നാമത്തെ വിഷയം ഇത്. രണ്ടാമത്തെ വിഷയം നിങ്ങൾ നോക്കിക്കേ, 49 വാക്യം. ഞാൻ 9 അധ്യായത്തിൽ നിന്ന് തന്നെ ഇത് പറയാം. നാഥ 9:49, നാഥ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഷയം ഇതാ. ഒന്നാമത്തെ വിഷയം, പ്രാപിച്ച അഭിഷേകം ചോർന്നു പോകുന്നതിന്റെ പ്രധാന കാര്യം സ്ഥാനമോഹമാണെങ്കിൽ, ഞാൻ ഏതാണ്ട് ആയെന്നുള്ള ചിന്തയാണെങ്കിൽ, രണ്ടാമത്തേത് വിരോധത്തിന്റെ ആത്മാവാണ്. ഇപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ പോയപ്പോൾ ഒരുത്തൻ യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്ന കണ്ടു. ഭയങ്കര രസകര ഭാഗം അത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വി കോൾ ഹിം ടു ജോയിൻ അവർ ഗ്രൂപ്പ്. ഞങ്ങളെ ഗ്രൂപ്പിൽ ചേർന്ന് പോകാൻ ഞങ്ങൾ അവനെ വിളിച്ചു, കൂടെ നിന്നോളാൻ പറഞ്ഞു. അവൻ അതിന് വില്ലിങ് അല്ലായിരുന്നു, അവന് അതിന് താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ലെന്ന് കണ്ട ഉടനെ യോഹന്നാൻ ഇവനെ അങ്ങ് വിലക്കി. മതി എന്ന് പറഞ്ഞു, എന്റെ പരിപാടി, ശുശ്രൂഷയും മതി, പ്രസംഗവും മതി, എല്ലാം മതി. യോഹന്നാൻ അവനെ വിലക്കി. വിലക്ക് കഴിഞ്ഞിട്ടാ കർത്താവിനോട് പറയുന്നേ, കർത്താവെ ഞങ്ങളിങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. ഉടനെ കർത്താവ് ചോദിക്കുക, യോഹന്നാനെ നീ എന്തോ ചെയ്തത്? യേശുവിന് വിരോധമില്ല, പക്ഷെ യേശുവിന്റെ കൂടെ നടക്കുന്ന യോഹന്നാന് സഹിക്കാൻ പറ്റിയില്ല. ഇതെന്തൊരു വിരോധാഭാസം? യേശുവിന് അവനോട് പിണക്കമില്ലെന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് അവന്റെ കയ്യിലൂടെ ഭൂതങ്ങൾ പുറത്തായത്. യേശുവിന്റെ നാമത്തിൽ അവൻ ഭൂതത്തെ പുറത്താക്കിയത്. അവൻ യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനാണ്. പക്ഷെ യോഹന്നാൻ അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതൊരു പ്രധാന വിഷയമാണ്. ഇന്നത്തെയും എന്നത്തെയും പ്രധാന വിഷയം അതാണ്. എന്റെ ഗ്രൂപ്പിലാണോ ഞാൻ വളർത്തിയെടുക്കാം, എന്റെ കീഴ് നിൽക്കുകയാണോ ഞാൻ പൊക്കിയെടുക്കാം, അല്ലെങ്കിൽ വിടത്തില്ല. നോക്കിക്കോണം, ആ വിഷയം കുറച്ചുകൂടി ഒന്ന് ആധികാരികമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ. ഇതൊരു വലിയ കോംപ്ലക്സിൽ നിന്ന് ആരംഭിച്ചതാണ്. ഒരു വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 9-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. തൊട്ടു മേളത്തെ പാരഗ്രാഫിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്താ ഇവിടുത്തെ വിഷയം? ഒരു കുഞ്ഞ് തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പിടിക്കപ്പെട്ട ദുരാത്മാവിന്റെ കയ്യിൽ നിന്നൊന്ന് ഈ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ വിഷയത്തെ കൊണ്ടുവന്നു. 9:1 നിങ്ങൾ കണ്ടില്ലേ, സകല ഭൂതങ്ങളുടെ മേലും അധികാരം പ്രാപിച്ച ശിഷ്യന്മാർ 9:46 ഉരുട്ടിയിട്ട് പിടിച്ച് ഈ വിഷയത്തെ. പക്ഷേ ഈ ഭൂതം പിടിച്ച വ്യക്തിയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ അവർക്ക് പറ്റിയില്ല. ഇത് കഴിഞ്ഞ് യോഹന്നാൻ ഇങ്ങ് ഇറങ്ങുമ്പോഴാ ഒരുത്തൻ യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്ന കണ്ടത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടുകയാമേ. മേളിൽ 12 പേര് 12 തവണ പരിശ്രമിച്ചു കാണും. ഞാൻ അങ്ങ് ശരിക്ക് കാണുക. യേശുവിന്റെ അടുക്കലേക്ക് ഈ കേസ് കൊണ്ടുപോയത് അപ്പൻ. പക്ഷെ അന്നേരം പറഞ്ഞു, അങ്ങോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇപ്പം ഞങ്ങൾക്ക് അധികാരമൊക്കെ തന്നിരിക്കുക. 9:1 പോയി വായിച്ചു നോക്ക്. സകല ഭൂതങ്ങളുടെ മേൽ ഞങ്ങൾക്ക് അധികാരം, ഞങ്ങൾ കേസ് പിടിച്ചോളാം, കൈകാര്യം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കേസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ പരിഹരിക്കാൻ പറ്റിയില്ല. അവസാനം ദുഃഖത്തോടെ ഈ അപ്പൻ വന്ന് പറയുക, അവരെല്ലാരും പിടിച്ചു നോക്കി, പക്ഷെ രക്ഷയില്ല. നിന്റെ ശിഷ്യനെന്നല്ല, നിന്റെ ശിഷ്യന്മാർക്ക് ഇതിനെ പുറത്താക്കാൻ പറ്റിയില്ല. യോഹന്നാൻ അടങ്ങുന്ന വൃന്ദം സാത്താൻ പിടിച്ച കുഞ്ഞിന്റെ മേളിൽ കൈവച്ചിട്ട് സാത്താൻ പോകുന്നില്ല. ഇതിന്റെ നിരാശയും ഇതിന്റെ വിഷമവും എല്ലാം കൂടെ അകത്ത് കയറിയപ്പോഴാ ഒരുത്തൻ വഴിത്തലക്കൽ വിരൽ ചൂണ്ടി ഭൂതത്തെ പുറത്താക്കുന്നേ. എനിക്ക് സഹിക്കുമോ? അതാണ് വിഷയം. ഒരുത്തൻ വഴിത്തലക്കൽ വിരൽ ചൂണ്ടി ഭൂതത്തെ പുറത്താക്കുന്നു. ഞാൻ കൈവച്ച് വെളിപ്പെട്ടു വാന്ന് പറഞ്ഞിട്ടും വെളിപ്പെട്ടു വരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല.
അപ്പൊ ഞാൻ അവനെ വിരോധിക്കും. പക്ഷെ കർത്താവിന് വിരോധമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നാമത്തെ വിഷയം അധികാരമോഹമാണെങ്കിൽ, രണ്ടാമത്തെ വിഷയം കർത്താവിന്റെ കണ്ണോടെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. യേശുവിന് ഇവനെ ഉൾക്കൊള്ളാം, യേശുവിന് ഇവന്റെ കയ്യിലൂടെ അത്ഭുതം ചെയ്യാം, യേശുവിന് ഇവന്റെ കയ്യിലൂടെ ഭൂതത്തെ പുറത്താക്കാം. പക്ഷെ യോഹന്നാൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യോഹന്നാൻ പറയുന്നു, ഞാൻ നിന്നെ വിടത്തില്ല, ഞങ്ങൾ നിന്നെ വിരോധിക്കും. ഇതെന്തൊരു വിരോധാഭാസം! യേശു അംഗീകരിച്ചു, പക്ഷെ യോഹന്നാൻ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ താഴേക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ഞങ്ങളോടുകൂടെ അനുഗമിക്കായികയാൽ, വേറൊന്നും വിരോധമില്ല, വേറെ ഒരു പ്രശ്നം അവനില്ല. അവൻ യേശുവിന്റെ നാമത്തിൽ അബോധത്തെ പുറത്താക്കിയേ, എല്ലാം ശരിയാ. പക്ഷെ ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു. ഒരു ഡിനോമിനേഷൻ സ്പിരിറ്റ്. കേൾക്കുന്നുണ്ടോ എന്നെ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒപ്പം നിന്നാൽ, ഇല്ലെങ്കിൽ വിടത്തില്ല. എന്തും നടന്നോട്ടെ, എന്റെ കയ്യിലൂടെ നടക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോഹന്നാനെ കർത്താവ് ഇവിടെ വിളിക്കുക, യോഹന്നാനെ നീ എന്താ അങ്ങനെ ചെയ്തേ? നമുക്ക് 50 വാക്യം നോക്കിക്കേ. വിരോധിക്കരുത്. വിരോധിക്കരുതെന്ന് യേശു പറയുന്നതിന് മുമ്പേ വിരോധവും കഴിഞ്ഞു, വിലക്കം കഴിഞ്ഞു, പുറത്താക്കി കഴിഞ്ഞു. വിരോധിക്കരുത്. നമ്മളോട് കൂടെ നമുക്ക് പ്രതികൂലമല്ലാത്തവരൊക്കെ നമുക്ക് അനുകൂലമല്ല യോഹന്നാനെ. മൂന്നാമത്തെ വിഷയം. ഒന്നാമത്തേത് സ്ഥാനമോഹം, രണ്ടാമത്തേത് കർത്താവ് ഉൾക്കൊള്ളുന്നതിനെ കർത്താവിന്റെ കണ്ണോടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. മൂന്നാമത്തെ നോക്കി 51 മുതലുള്ള വാക്യം. അവന്റെ ആരോഹണകാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിൽ നിന്ന് യാത്ര പുറപ്പാൻ മനസ്സിൽ ഉറച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ ഉൾക്കൊണ്ടില്ല, കൈക്കൊണ്ടില്ല. അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതം എന്ന് ചോദിച്ചു. മൂന്നാമത്തെ വിഷയം ഇതാ. ശമര്യ വഴി യേശു യെരൂശലേമിലേക്ക് പോവാ. അപ്പൊ ശമര്യക്കാർക്ക് കുറച്ച് സമയം യേശുവിനെ കിട്ടണം. കർത്താവ് ഇപ്പൊ അതിന് വില്ലിങ് അല്ല. കർത്താവ് തിരക്കിട്ട് പോവുകയാണ്. ഇതിവന്റെ ശിഷ്യന്മാരാകുന്ന യാക്കോബിനും യോഹന്നാനും കണ്ടപ്പോ സഹിച്ചില്ല. അവര് പറഞ്ഞു, ഏലിയ വന്ന് ചെയ്ത പോലെ. ഏലിയാവ് യാഗപീഠത്തില്ല തീയിറക്കി. ഇവര് പറഞ്ഞത് ശമര്യം മുഴുവൻ തീയിറക്കി നമുക്ക് കത്തിച്ചേക്കാന്ന്. അല്പം ഒന്ന് കാത്തു നിന്ന് ദൈവപ്രവൃത്തി മേടിക്കാൻ തയ്യാറല്ല. ഇപ്പം നടക്കണം, അല്ലേ കത്തണം. ഒന്ന് മിണ്ടിക്കേ ആമേൻ. അയ്യോ, യേശുവിന്റെ ആ നൊമ്പരം അറിയണമെങ്കിൽ ഒരു വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 55 വാക്യം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഏതാത്മാവിനധീനർ. 9:1 കൈവച്ച് അധികാരം കൊടുത്ത കർത്താവ് 9:55 കൈവച്ച് അധികാരം കൊടുത്തവരെ കൊണ്ട് മടുത്തു. ഒടുവിൽ യേശു ചോദിക്കുക, ഏതാത്മാവാ നിങ്ങളെ നയിക്കുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശിഷ്യന്മാരെ നോക്കി യേശു വിളിച്ച ഒരു വിളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. ഇത് അവിടെ കൂടിയ നാട്ടുകാരെ നോക്കി വിളിച്ച വിളിയല്ല, ശിഷ്യന്മാരെ നോക്കി വിളിച്ച വിളിയാ. അവിശ്വാസം വിശ്വാസം കൊണ്ട് മാറും, പക്ഷെ കോട്ടം എങ്ങനെ മാറും? വലിയേറിയ അഭിഷേകം ആഴത്തിൽ ഊറ്റപ്പെടുമ്പോൾ അത് പ്രാപിക്കുവാൻ ഒരുക്കപ്പെടുന്നവരെ ഇന്ന് രാത്രി നിന്നിലും എന്നിലും ഉയർന്നു നിൽക്കുന്ന സ്ഥാനമോഹങ്ങൾ, നിന്നിലും എന്നിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ പൊങ്ങി നിൽക്കുന്ന, എത്ര അമർന്നിട്ടും അമരാതിരിക്കുന്ന കൊമ്പുകൾ ഇന്ന് രാത്രി ഉടയട്ടെ. അവസാനം ഈ 55 വാക്യത്തിലേക്ക് വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇപ്പൊ ഇവരെ കൊണ്ട് കൊയ്ത്ത് നടക്കുകയല്ല. എന്നാ വാക്ക് ആവർത്തിക്കുക, ഇപ്പൊ ഇവരെ കൊണ്ട് കൊയ്ത്ത് നടക്കുകയല്ല. കൊയ്ത്ത് ഇവരെ കൊണ്ട് നടക്കുകയല്ലെന്നല്ല പറഞ്ഞേ, ഇപ്പൊ ഇവരെ കൊണ്ട് കൊയ്ത്ത് നടക്കുകയല്ല. കൊയ്ത്ത് നടക്കണം, ഇനി വേറൊരു കൂട്ടരെ അഭിഷേകം ചെയ്യണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു ഭയങ്കര ദൈവത്തിന്റെ നിയോഗമാണ്. ഈ നിയോഗം ഇന്ന് രാത്രി നിന്നോട് പറയുന്നത്, കാലഘട്ടത്തിന്റെ അവസ്ഥ ഇതാണ്. വിരോധമായിട്ട് നടക്കുക ഒരു നല്ല കൂട്ടര്. എന്താ ആത്മീയ ശുശ്രൂഷ, എന്താ കർത്താവ് ചെയ്യുന്നത്, എന്താ സാത്താൻ ചെയ്യുന്നത് വിവേചിച്ചറിയാൻ കഴിയാതെ, അറിയാവുന്നതിന് ഇല്ലാത്തതിനും എല്ലാം അഭിപ്രായം പറഞ്ഞ് അഭിഷേകം നഷ്ടപ്പെടുത്തി കർത്താവ് ചോദിക്കുക, എങ്ങനെ ഞാൻ ഇതുങ്ങളെ സഹിക്കുമെന്ന് ചോദിക്കുന്ന ഒരു തലമുറ മാറി നിൽക്കുമ്പോൾ ദൈവം മറുഭാഗത്ത് ഒരു ജനറേഷനെ നോക്കുകയാണ്. എന്റെ ഹിതത്തിൽ കൊയ്ത്തിന്റെ ദർശനമുള്ള
ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ യേശുവിന്റെ ആ ഹൃദയഭാരം ഇവിടെ മനസ്സിലാക്കാനിടയായി. 41 വാക്യത്തിൽ യേശു ചോദിക്കുകയാണ്, യേശു അവരോട്, അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കും? ശിഷ്യന്മാരോട് ചോദിക്കുക, ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത നിലയിലാണ് നിങ്ങളുടെ ഉള്ളിലെ സ്പർദ്ധകൾ. എനിക്കിരിക്കാൻ കഴിയാത്ത നിലയിലാണ് നിങ്ങളുടെ ഉള്ളിൽ പൊങ്ങി വരുന്നത്. ഇന്ന് രാത്രി അതൊന്ന് ഉടച്ചാൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം, ഈ 12 ദൈവം ഉപയോഗിച്ചില്ലെന്നോ, ഈ 12 വിട്ടേച്ച് ദൈവത്തിനൊരു കളിയുണ്ടെന്നോ ഒന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇത്രയേ ഉള്ളൂ. സമയം ലേറ്റായി. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അന്ന് കൊയ്ത്തിന് വേണ്ടി അയച്ചവരെ പിന്നീട് ഒരു പെന്തക്കോസ്തൂടെ വേണ്ടി വന്നു യഥാർത്ഥ പദത്തിൽ ഉപയോഗിക്കപ്പെടാൻ. അത് ലേറ്റായതിന്റെ പിന്നിലെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഉള്ളിൽ എത്ര അമർത്തിയിട്ടും അമങ്ങാത്ത സ്ഥാനമോഹങ്ങൾ, എത്ര ശാസിച്ചിട്ടും പുറത്താകാത്ത വിരോധത്തിന്റെ ആത്മാക്കൾ ഉപയോഗിക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഉള്ളുപൊള്ളി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനെ ദൈവാത്മാവിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, ആഴമായി ഒന്ന് ശോധന ചെയ്താട്ടെ. ഒരു വലിയ പകർച്ചയിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോകും. പക്ഷെ അതിനു മുമ്പേ ആഴമായി ഉള്ളു പൊള്ളിയ ഒരു ശോധന ഉള്ളിൽ നടക്കട്ടെ. കർത്താവ്, ഇതിലേതെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവ് ചോദിക്കുക, എങ്ങനെ ഞാൻ നിന്നെ സഹിക്കും? എത്ര നാൾ നിന്റെ കൂടെ ഞാൻ ഇരിക്കും? എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിതിന്റെ അകത്ത് ഇരിക്കാൻ വയ്യ. എനിക്ക് വേറൊരു ഗ്രൂപ്പിനെ വേണം. വേറൊരു ഗ്രൂപ്പിനെ ദൈവം തെരഞ്ഞെടുക്കും മുമ്പേ മടങ്ങി വരാൻ തയ്യാറാകാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നൊമ്പരത്തോടെ പിറ്റേ പ്രഭാതത്തിൽ ഈ 12 അല്ലാത്ത ഒരു 70ലേക്ക് യേശുവിന്റെ കണ്ണു പതിഞ്ഞു. നിങ്ങൾ വേദപുസ്തകത്തിന്റെ ചരിത്രം മുഴുവൻ വായിച്ചു നോക്കൂ. ഈ 70 ഒരുത്തന്റെ പേര് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എവിടുന്ന് വന്നു ഇവർ? എനിക്കറിയത്തില്ല. ഒരു ഭാഗത്ത് വിളിക്കപ്പെട്ടവർ അവിശ്വസ്തരായപ്പം ഒരു യോഗ്യതയില്ലാത്ത ഒരു 70 സ്ഥാനത്ത് കൊണ്ടുവന്ന കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലും അതാ സംഭവിക്കുന്നേ. ഇന്ത്യയുടെ സാഹചര്യത്തിൽ വിമർശനത്തിന്റെ ആത്മാവ് പലതിനെയും വിഴുങ്ങി തുടങ്ങുമ്പോൾ ദൈവം പറയുക, ഇതൊന്നും അറിയാത്ത ഒരു ജനറേഷനെ എനിക്ക് വേണം. ആത്മാവ് ചെയ്യുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവ് പറയുന്നതിന് കരമടിക്കാൻ പറ്റുന്ന ഒരു തലമുറ എനിക്ക് വേണം. ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ മേൽ വ്യാപരിക്കട്ടെ ഒരു അഭിഷേകം. ഒരു കൊയ്ത്തിന് വേണ്ടി കർത്താവ് അവരെ സജ്ജമാക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ ഹൃദയം മുഴുവൻ കൊയ്ത്ത, ശിഷ്യന്മാരുടെ ഹൃദയം മുഴുവൻ സ്ഥാനമോഹമാണ്. എന്തൊരു വിരോധാഭാസം. യേശു പറയാ, എനിക്ക് എങ്ങനെയാലും കൊയ്യണം. അവര് പറയാ, ഞങ്ങൾക്ക് എങ്ങനെയാലും ആളാകണം. എന്നാ കിട്ടും ഞങ്ങൾക്ക്? കൂടെ കൂടെ ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു, ഞങ്ങൾക്ക് നിന്റെ പുറകെ വന്ന എന്നാ കിട്ടും? യേശുവിന് മനസ്സിലായി, ഇനിയൊരു ഗ്രൂപ്പ് വേണം, ഇനിയൊരു ഗ്രൂപ്പ് വേണം. ഈ ഗ്രൂപ്പിനകത്ത് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ ഗ്രൂപ്പിനകത്ത് എനിക്കറിയത്തില്ല ഇവരെവിടുന്ന് വന്നെന്ന്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ 70 ഒരൊറ്റ വ്യക്തിയെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കറിയത്തില്ല. ആ വിലക്കിയവർ ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഇവരെവിടുന്ന് വന്നു എനിക്കറിയത്തില്ല. ഏതൊക്കെയോ യോഗങ്ങളിൽ ദൈവമേ ഈ അഭിഷിക്തനെ ഉപയോഗിക്കുന്ന പോലെ എന്നെ എന്നാ ഉപയോഗിക്കുന്നേ, എന്റെ സമയം എന്നാ വരുന്നേ, എന്നെ എന്നാ കൊയ്ത്തിന് വേണ്ടി സജ്ജമാക്കുന്നേ. ഇത്രയും ദൂതുകൾ എന്റെ തലയിലുണ്ടല്ലോ, എന്നെ എന്നാ ഒന്ന് പുറത്തു കൊണ്ടിരുന്നേ. നിന്റെ സമയമാ. ഒരു വട്ടമെങ്കിലും ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ടോ? നിന്റെ സമയമാ. യേശുവിന്റെ രക്തജയം. നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയോ. കർത്താവ് വേറെ ഒരു 70 വിളിച്ചിട്ട് അവരോട് കൊയ്ത്തിന്റെ രഹസ്യം പറയുകയാ. അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരായ, ഇന്ന് രാത്രി എനിക്ക് അങ്ങനെയാ പറയാൻ നിയോഗം. ഏതൊക്കെയോ പ്രാദേശിക സഭകളിൽ സ്തോത്ര കാഴ്ചയിട്ടും ദശാംശം കൊടുത്തും 10, 15, 20 വർഷങ്ങളായി ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഏതൊക്കെയോ സാധാരണക്കാരുടെ മേൽ കൊയ്ത്തിന്റെ ദർശനത്തെ ദൈവം അയച്ചിട്ട് അവരെ കൊയ്ത്തിനു വേണ്ടി സജ്ജമാക്കുന്ന, കൊയ്ത്തന്ത്രങ്ങളാക്കി അവരെ മാറ്റുന്ന
ദൈവ പദ്ധതി ഇന്ന് രാത്രി കൃപയുള്ളവൻ ചെവിയിൽ കേൾക്കട്ടെ, അഭിഷേകമുള്ളവൻ ആത്മാവിൽ അറിയട്ടെ. My God. ഈ ദൂത് പറയുമ്പോൾ ഈ 70 ഒരാൾ ഞാനാന്ന് തോന്നുന്നെങ്കിൽ മടിക്കണ്ട, പരിസരം മറന്ന് ദൈവത്തെ സ്തുതിച്ചു. അതിന്റെ അഭിഷേകം നിന്റെ മേൽ വീഴാൻ പോവാ. My God. ശമന റബകദലിയ. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആര് തടഞ്ഞാലും ഈ തലമുറ എഴുന്നേക്കും. ആര് വിരോധിച്ചാലും ഈ ജനറേഷൻ പുറത്തു വരും. ഇവരോട് ദൈവം കൊയ്ത്തിന്റെ രഹസ്യങ്ങൾ പറയും. അയ്യോ, ഞാൻ ഈ ഭാഗത്തേക്ക് എന്റെ ദൂത് പ്രവേശിക്കുകയാണ്. വേഗത്തിൽ നിങ്ങൾ 10-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 9-ാം അധ്യായത്തിന്റെ ചരിത്രം ഞാൻ പുറകിൽ പറഞ്ഞതേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാൻ. ഇനി എനിക്ക് വിഷയത്തിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി വളരെ സമയത്തിന്റെ കൃത്യത എന്റെ പക്കലുണ്ട്. വേഗത്തിൽ ആ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ വായിച്ചേ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലും തനിക്ക് മുമ്പായി അയച്ചു. യേശുവിന്റെ പകരക്കാരായിട്ട് അയച്ചു. ഫുൾ ടൈമുകാർ അവിശ്വസ്തരായപ്പോൾ പാർട്ട് ടൈമുകാരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. വലവിട്ടവനും പടകവിട്ടവനും എന്നാ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പം യേശു പറഞ്ഞു, എന്റെ ഹൃദയം പങ്കുവെക്കുന്ന ഒരു തലമുറ കയറി വരട്ടെ. ഞാൻ പറയാം അവരോട് കൊയ്ത്തിന്റെ രഹസ്യം യേശുവിന്റെ നാമത്തിൽ. ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും, ഇത് സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ആര് വിരോധിച്ചാലും കർത്താവ് വിരോധിക്കാത്ത എത്രയോ കാലം, ആര് വിലക്കിയാലും കർത്താവ് വിലക്കാത്ത എത്രയോ കാലം ഈ 70 തുടർന്നുകൊണ്ടിരിക്കും. ഈ 70 തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ മേലൊരു അധികാരമുണ്ട്. ഇവരെ അധികാരപ്പെടുത്തിയത് ഇവിടുത്തെ ഒരുത്തരുമല്ല, ഇവരെ അധികാരപ്പെടുത്തിയത് യേശുവാണ്. അതിനകത്ത് വിളിക്കപ്പെട്ട ഒരു വ്യക്തി നീയാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഈ ദൂത് കേൾപ്പിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഉള്ളിൽ കത്തുന്ന ആ നിയോഗം അതിന്റെ ലക്ഷ്യമാണ്. നിന്നോട് ദൈവാത്മാവ് തന്നെ അത് പറയുകയാണ്. നീ അതിനകത്തുള്ളതാ. അഡ്രസ് ഇല്ലായിരിക്കാം, ഇന്നൊന്നും അറിയില്ലായിരിക്കാം, വേദപുസ്തകം പോലും തെറ്റുകൂടാതെ വായിക്കാൻ നിനക്കറിയില്ലായിരിക്കാം. അറിയാവുന്നവർ വിശ്വസ്തരായാൽ അറിയത്തില്ലാത്തവരെ ദൈവം എഴുന്നേൽപ്പിക്കും. My God. ഞാൻ ഈ ദൂത് സംസാരിക്കുമ്പോൾ ആ ദൈവ പദ്ധതി ഇവിടെ ചലിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ അതിവേഗത്തിൽ ഇതിന്റെ ആഴത്തിലേക്ക് വരാം. കർത്താവ് അവരോട് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്. എല്ലാരും ഒന്ന് പറഞ്ഞേ, കൊയ്ത്ത് വളരെയുണ്ട്. 2-3 പേർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, കൊയ്ത്ത് വളരെയുണ്ട്. ഒരുപാട് കൊയ്യാനുണ്ട്, ഒരുപാട് കൊയ്യാനുണ്ട്, ഒരുപാട് കൊയ്യാനുണ്ട്. യേശു പറയുന്നു, തല പൊക്കി നോക്ക് കൊയ്ത്ത് കാണണമെങ്കിൽ. തല പൊക്കി നോക്കിയാലേ കൊയ്ത്ത് കാണുള്ളൂ. തല താഴ്ത്തുന്നവനൊക്കെ തന്നെത്താൻ കാണും, തല പൊക്കുന്നവൻ കൊയ്ത്ത് കാണും. ഇവരെല്ലാം ഇങ്ങോട്ട് സെൽഫിലോട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കിട്ടി, എനിക്കത് കിട്ടി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എല്ലാ തലത്തിലും ഞാൻ. എനിക്കിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കർത്താവ് പറയുക, നിന്നിലേക്ക് നോക്കിയ നിർത്ത, തലയൊന്ന് പൊക്ക്. കൊയ്ത്തിനായിട്ട് നിലങ്ങൾ വെളുത്ത് കിടക്കുക. ഒരു ഭയങ്കര കൊയ്ത്ത് നടക്കാനുണ്ട്. എന്നാ കർത്താവ് 12-നോട് കൊയ്ത്തിന്റെ കാര്യം പറയാഞ്ഞേ? കർത്താവ് പറയും 12-നോട് കൊയ്ത്തിന്റെ കാര്യം പറഞ്ഞ ആദ്യം അവര് ചോദിക്കും, ആരാ പ്രസിഡന്റ്, ആരാ നേതാവ്, അക്കോമഡേഷൻ എവിടെയാ, മാസാവസാനം സാലറി വല്ലതും ഉണ്ടോ, ആരാ പ്രധാനി, എവിടെ കിടക്കും, എങ്ങോട്ട് പോകും? 70 ഇതൊന്നും അറിയണ്ട, എവിടെയേലും കിടക്കട്ടെ എന്നാ അവര് പറയുന്നേ. കർത്താവ് പറയുക, കുഞ്ഞുങ്ങളെ നിങ്ങളെ എനിക്ക് വേണ്ടത്. അയ്യോ, ചുണക്കുട്ടന്മാരുടെ ഒരു 70 കയറി വന്നു. പെട്ടെന്നായിരുന്നു ഇവരുടെ രംഗപ്രവേശനം. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ കർത്താവ് ഇവരോട് കൈമാറുകയാ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഈ 70 പേർ മടങ്ങി വന്നു. 17-ാം വാക്യം ഇന്ന് സംസാരിക്കുന്ന ഭാഗം അതാണ്. ഈ 17-ാം വാക്യം ഒന്ന് വേഗത്തിലെടുത്തു. ലൂക്കോസ് സുവിശേഷം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. മറ്റവർക്ക് ഇപ്പൊ ഉരുട്ടിയിട്ട് പിടിച്ചിട്ടും ഭൂതം പോകുന്നില്ല. ഇവര് പറയുക, കർത്താവേ, നിന്റെ നാമം ഞങ്ങൾ പറഞ്ഞപ്പോഴേ ഭൂതം പോകാൻ തുടങ്ങി.
നിന്റെ നാമം ഞങ്ങൾ പറഞ്ഞപ്പോഴേ ഭൂതം പോകാൻ തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞു പാരമ്പര്യം ഇല്ലാത്തവനെ കർത്താവിനെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. പഠിച്ചവനെ പഠിപ്പിക്കാൻ പാടാ. പക്ഷെ ഒന്നും അറിയത്തില്ലാത്തവനെ എല്ലാം പഠിപ്പിക്കാൻ എളുപ്പമാ. സ്തോത്രം. ഒന്നും അറിയത്തില്ലേ, നിന്നെ പഠിപ്പിക്കാൻ എളുപ്പമാ കർത്താവിന്. എന്നേലും അറിയാമെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ പാടാ. കാരണം നിന്റെ ആ പഴയത് നിന്നിൽ നിന്ന് ഇറങ്ങാതെ അവന്റെ പുതിയത് പകരാൻ പറ്റുകയില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. പുതിയ തുണിക്കണ്ടത്തോട് പഴയത് തുന്നി ചേർത്താൽ തുണിക്കണ്ടം കീറിപ്പോകും, തുന്നല് വലുതാകും. കർത്താവ് പറയേ, എനിക്ക് വേണ്ടത് പുതിയ വൈൻ സ്കിന്നുകളെയാണ്, എനിക്ക് വേണ്ടത് പുതിയ തുരുത്തികളെയാണ്. പുതിയ തുരുത്തിക്കകത്തേക്ക് ഞാൻ എന്റെ പുതിയതിനെ ഒഴിക്കും. ഇവിടെ കർത്താവ് അതാ പകരുന്നത്. നാം ഒരുമിച്ച് വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ ആ വാക്ക്. ഇവർക്കങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല. അവർക്കങ്ങ് സന്തോഷമാ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈവൻ ഡബിൾസ് ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. മൈ ഗാഡ്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 70 പേർ കുഞ്ഞുങ്ങൾ. ഇത് കുഞ്ഞുങ്ങളാണെന്നുണ്ടോ? തെളിവുണ്ടോ? ഉണ്ടെന്നേ. കർത്താവ് ഇത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ഒരു കരച്ചിൽ കരയുന്നുണ്ട് അവിടെ. നാഥാ, നീ ബുദ്ധിമാന്മാർക്ക് മറച്ചു വെച്ച് ഈ ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. നിന്റെ കൃപയുടെ വലിപ്പം എന്ന് പറഞ്ഞ് കർത്താവ് ആ നാഴികയിൽ ആനന്ദിക്കുന്നുണ്ട് അവിടെ. നിക്കേ ആമേൻ പറഞ്ഞേ. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അവർക്ക് ആനന്ദമായി. കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. യേശു അവരോട് പറഞ്ഞ വാക്ക് കേട്ടോണേ. നിങ്ങൾ കൽപ്പിച്ചപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങാൻ കാര്യം, അവൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇതാ പ്രധാനമായി സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 3 വെളിപ്പാടുകൾ, 3 കാലഘട്ടങ്ങളിൽ സാത്താന് സംഭവിച്ചത് സ്വർഗത്തിൽ രഹസ്യമായിരുന്നത് യേശു 70നോട് പങ്കുവെക്കുകയാണ്. യേശുവിനങ്ങ് സന്തോഷമായി, കർത്താവിനങ്ങ് സന്തോഷമായി. ഇവർ കൈവച്ച് ഭൂതങ്ങൾ കീഴടങ്ങി എന്ന് കേട്ടപ്പോ കർത്താവിന് സന്തോഷമായി. കർത്താവ് തുള്ളിച്ചാടുകയാ ഉള്ളിൽ. കർത്താവ് അവരോട് വേഗത്തിൽ പറയുക, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്ക് കേട്ടോണേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത വാക്ക് കേട്ടോണേ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. 3 വാക്കുകൾ. ഇത് മാത്രം ഇന്ന് രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. 1, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 2, പാമ്പുകളെയും തേളുകളെയും. 3, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. 70നോട് പറഞ്ഞത് 3 കാലഘട്ടത്തിന്റെ രഹസ്യമാണ്. ഇന്നലത്തെ സാത്താൻ, അതാണ് ആദ്യം യേശു പറയുന്നത്. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇതൊരു ഭയങ്കര മിസ്റ്ററിയാണ്. ഇത് എപ്പോഴാ കർത്താവേ നീ കണ്ടത്? ഈ 70 പേർ പുറപ്പെട്ടപ്പോഴല്ല ഇത് കണ്ടത്. ഇത് കണ്ടത് കഴിഞ്ഞ കാല നിത്യതയിലാണ്. ദൂതാധിവാസ യോഗ്യമായിരുന്ന ഭൂമി, ദൂതന്മാർ ഇവിടെ താമസിച്ച് അവിടെ പോയി ആരാധിക്കുന്ന ക്രമത്തിലായിരുന്നു. എന്നാൽ ദൂതന്റെ ആഗ്രഹം അവിടെ കസേരയിടാനായപ്പം വെട്ടി താഴെയിട്ടു കസേരക്കുതിയനെ കർത്താവ്. അങ്ങനെ താഴെ വീണ ആ ചിത്രം ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല, പക്ഷെ കർത്താവ് കണ്ടിട്ടുണ്ട്. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. എന്തിനാ കർത്താവേ ഈ 70നോട് അന്ന് വീണ കാര്യം ഇന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. വീണത് അന്നാ, പക്ഷെ ഗുണം ഉണ്ടായത് ഇന്നാ. കേട്ടില്ല? മനസ്സിലായില്ല? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗമണ്ഡലത്തിലെ സാത്താന്യ അധികാരത്തിന്റെ അവസാനം കുറിച്ച് ഒരു ചിത്രം കർത്താവിന്റെ മുമ്പിലുണ്ട്. ഏതാ ചിത്രം? മിന്നൽ പോലെ സാത്താൻ താഴെ വീണത്. അരുണോദയ പുത്രനായ ശുക്രൻ മിന്നൽ പോലെ താഴെ വീണത്. അന്ന് താഴെ വീണെങ്കിലും ഗുണം ഇന്നാ ഉണ്ടായേ. ആമേൻ. ഒന്നും മിണ്ടിക്കേ. ആമേൻ. വീണത് അന്നാ, പക്ഷെ ഗുണം ഉണ്ടായത് ഇന്നാ.
പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? വീഴ്ച സംഭവിച്ചത് അന്നാണേലും ഇതുവരെ ഈ വീഴ്ച ആരും ഒന്ന് ആഘോഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ആഘോഷിച്ചപ്പോഴാ ആ വീഴ്ചക്ക് അർത്ഥം ഉണ്ടായത്. ദാറ്റ് മീൻസ് അർത്ഥം നിക്ക് അതിന്റെ അർത്ഥം സാത്താന്യ പതനത്തെ ആഘോഷിക്കുന്ന ഭൂമിയിലെ ആദ്യത്തെ തലമുറ നിങ്ങളാ. കേട്ടവർക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വീണതങ്ങ് ഏദന്റെ മുമ്പുള്ള അവസ്ഥയിലാണെങ്കിലും ഏദൻ മുതൽ ഒരുത്തൻ പോലും സാത്താനെ പുറത്താക്കിയിട്ടില്ല. ഹലോ, വീണതങ്ങ് ഏദന് മുമ്പാണെങ്കിലും ഒരുത്തൻ പോലും സാത്താനെ പുറത്താക്കിയിട്ടില്ല. സാത്താൻ എല്ലാരെയും പുറത്താക്കുമായിരുന്നു. കാരണം ആരും നേരിട്ട് സാത്താനെ കണ്ടിരുന്നില്ല. ആരുടെയും മുമ്പിൽ നേരിട്ട് സാത്താൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇവൻ മറഞ്ഞിരിക്കും, ഇവന്റെ അണിയാളികളെ കൊണ്ട് പ്രവർത്തനം പുറത്തു ചെയ്യും. എന്നാൽ നിങ്ങളുടെ കാലം വന്നപ്പോ ഇവന്റെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടു. നിങ്ങൾ എന്റെ നാമം പറഞ്ഞപ്പോ അവൻ അഴിഞ്ഞുപോയി. ഇതൊന്നും അല്ല നിക്ക്, ഇത് കത്തിയില്ല പൊന്നെ, കത്തിയില്ല. സംഗതി വീണില്ല. സംഗതി വീണ ഇതുമല്ലോ ആണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനിയും കർത്താവിന് സ്തോത്രം ചെയ്തേ. തിരക്കില്ല, മെല്ലെ ഗ്രഹിച്ചാൽ മതി. പക്ഷെ ഇന്ന് ഇത് ഉള്ളിൽ കയറണം. സാത്താന്യ പതനത്തിന്റെ ഒന്നാം ചരിത്രമായി യേശു ഇവിടെ പറയുന്നേ. താഴെ വീണവനെ പിന്നെ പാമ്പായി, അതവിടെ നിൽക്കട്ടെ. എന്നാൽ താഴെ വീണതിന്റെ ആഘോഷം അന്ന് സ്വർഗത്തിൽ നടന്നതാ. അന്ന് മുതൽ കർത്താവ് അന്വേഷിക്കുക ഭൂമിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു തലമുറയെ. ആമേൻ. അവന്റെ പതനത്തിന്റെ ആഘോഷം അന്ന് സ്വർഗത്തിൽ നടന്നതാ. പക്ഷെ ഭൂമിയിൽ അത് ആഘോഷിക്കാൻ ഒരു ജനറേഷനെ ദൈവം തപ്പുകയായിരുന്നു. അന്നേരം ഒരു കൂട്ടർ ശിശുക്കളെ കയറി വന്ന് അവന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ പോയപ്പോ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. നിന്റെ പേര് പറഞ്ഞപ്പോഴാണ് അവൻ ഇറങ്ങിപ്പോയെ. നിന്റെ നാമം പറഞ്ഞപ്പോഴാണ് ഇറങ്ങിപ്പോയെ. കാരണം അവന്റെ വീഴ്ച കണ്ടവനാ നീ. നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. നിന്റെ പ്രത്യക്ഷപ്പെട്ട സാത്താൻ കൂടെ കൂടെ യേശുവിനോട് പറഞ്ഞ ഒരു വാക്കോർമ്മയുണ്ടോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. നീ ആരെന്ന് ഞാൻ അറിയുന്നു. നാട്ടുകാര് നിന്നെ തച്ചക്കൊച്ചനായിട്ടാ കാണുന്നേ. പക്ഷെ നീ ആരാന്ന് എനിക്കറിയാം. എന്റെ പതനം ഭൂമിയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അന്ന് ഞാൻ വീണെന്നുള്ള കാര്യം ഇവിടെ ഒരുത്തനും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വീണ കാര്യം എനിക്കറിയാം. പക്ഷെ ഭൂമിയിൽ ഒരുത്തനും അത് അറിയാത്തത്രയും കാലം എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ വരവോടെ അതെല്ലാരും അറിഞ്ഞു. അതുകൊണ്ട് ഇവരെല്ലാരും ഇപ്പൊ എന്നെ പുറത്താക്കുക. മൈ ഗാഡ് ജീസസ്. യേശുവിന്റെ നാമം പറഞ്ഞപ്പോ ഭൂതമിറങ്ങാൻ കാര്യമെന്നാ? അവൻ ഇത് മുഴുവൻ കണ്ടവനാ. കഴിഞ്ഞകാല നിത്യതയിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന പുത്രൻ തമ്പുരാൻ മിന്നൽ പോലെ. എപ്പോഴാ മിന്നൽ ഉണ്ടാകുന്നേ? രണ്ട് ശക്തികൾ രണ്ട് ധ്രുവത്തിൽ പോയാൽ മിന്നൽ ഉണ്ടാകുകയല്ല. രണ്ട് ശക്തികൾ ഒരു ധ്രുവത്തിൽ കൂട്ടിമുട്ടുമ്പോഴാ മിന്നൽ ഉണ്ടാകുന്നേ. ഇതാ അന്ന് അവിടെ സംഭവിച്ചത്. സാത്താന്യ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും തമ്മിൽ കൂട്ടിമുട്ടി. ഒന്ന് നിന്നു, ഒന്ന് വീണു. വീണത് അവന്റെ രാജ്യമാ. Oh my God. Oh my Jesus. ഇല്ല ആയില്ല. ഇല്ല. ഒന്നുകൂടെ ആമേൻ പറഞ്ഞേ. ഇനിയും കർത്താവിനെ സ്തുതിച്ചേ. നിന്നത് യേശുവിന്റെ രാജ്യമെങ്കിൽ വീണത് സാത്താന്യ രാജ്യമാണ്. പക്ഷെ വീണ സാത്താന്യ രാജ്യത്തിന്റെ ആഘോഷം ഇന്നുവരെ നടന്നിട്ടില്ല. മലാക്കി വരെ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരുത്തൻ സാത്താനെ പുറത്താക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരുത്തനും ആ തലമുറയിൽ സാത്താനെ പുറത്താക്കിയില്ല. കാരണം അവരാരും സാത്താനോട് യുദ്ധം ചെയ്തില്ല. സാത്താൻ നിർത്തിയവരോട് യുദ്ധം ചെയ്തുള്ളൂ.
അവരാരും സാത്താനോട് യുദ്ധം ചെയ്തില്ല. സാത്താൻ നിർത്തിയവരോടെ യുദ്ധം ചെയ്തുള്ളൂ. ഗോലിയാത്ത് സാത്താനാണോ മനുഷ്യനാണോ? ബറവോൻ മനുഷ്യനാണോ സാത്താനാണോ? മിദ്യാന്യർ മനുഷ്യന്മാരാണോ സാത്താന്മാരാണോ? എല്ലാം മനുഷ്യന്മാരാ. പക്ഷെ ഇവരുടെ പിന്നിൽ ചരട് വലിച്ചത് സാത്താനാ. ഗോലിയാത്തിനെ വീഴ്ത്തി, പക്ഷെ ഗോലിയാത്തിനെ നിർത്തിയ സാത്താനെ തൊടാൻ പറ്റിയില്ല. അമാല്യക്കരെ വീഴ്ത്തി, അമാല്യക്കരെ നിർത്തിയ സാത്താനെ തൊടാൻ പറ്റിയില്ല. കാരണം ഇവൻ അന്നും മുഖം മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇവൻ ഉള്ളിൽ കളിക്കും, ഇവന്റെ അണികൾ പുറത്ത് പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവനോട് ആരും നേരിട്ട് യുദ്ധം ചെയ്തിരുന്നില്ല. കാരണം ആർക്കും യുദ്ധം ചെയ്യാൻ കഴിയാത്ത തലത്തിൽ ഇവൻ രഹസ്യത്തിൽ ഇരുന്നിരുന്നു. ആത്മാവിലെ പോരാടാൻ പറ്റുകയുള്ളൂ. ആത്മാവിൽ അന്ന് ക്രിസ്തുവിനെ ആരും പ്രാപിച്ചിരുന്നില്ല. അതുകൊണ്ട് ആരും യുദ്ധം ചെയ്തിരുന്നില്ല. മൈ ഗാഡ്, മനസ്സിലാവുന്നുണ്ടോ? ഒച്ചത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടുത്തെ ഏതെങ്കിലും അറിയപ്പെടുന്ന ബാങ്കിന്റെ ഹെബാളിലെ ചെറിയ 150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കൊച്ചുമുറിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ആ വലിയ ബാങ്ക് തകർത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? അബദ്ധവഞ്ചാംഗം പറയാതെ കൊച്ചെന്ന് പറയും. ആ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചാലൊന്നും തകരുന്നല്ലടാ ഈ ബാങ്ക്. ഹെബാളിലെ യൂണിറ്റിന്റെ ഈ 100 സ്ക്വയർ ഫീറ്റ് വരുന്ന ആ കൊച്ചുമുറിയൊന്നുമല്ല ഇന്റർനാഷണൽ ബാങ്ക്. അതിന് നിലനിൽപ്പ് വേറെയാ. ഇതുപോലെ തന്നെയാ. ഫറവോനെ വീഴ്ത്തിയിട്ട് ഞങ്ങൾ പിശാചിനെ ജയിച്ചേന്ന് പറഞ്ഞു കർത്താവ്. പിശാച് പറഞ്ഞ വാക്ക് ചുമ്മാ ഇരിയടാ. ഒരെണ്ണം പോലും പറഞ്ഞില്ല. ഇന്ന് ഫറവോനാണ്, നാളെ ഗോലിയാത്ത്. നാളെ ഗോലിയാത്താണ്, നാളെ കഴിഞ്ഞ് ഗിർഗസിരെ. എന്റെ കയ്യിലാണോ ആളില്ലാത്ത? ഞാൻ ഇങ്ങനെ ആളെ വിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പ്രത്യക്ഷപ്പെട്ട് വരത്തില്ല. ഇതായിരുന്നു പഴയ നിയമം മുഴുവൻ. വ്യക്തികളെ ജയിച്ചിട്ട് അവർ പറഞ്ഞു പിശാചിനെ ജയിച്ചു. പിശാച് ചിരിച്ചു കാണിച്ചു. ചുമ്മാരി. വ്യക്തിയെ ജയിച്ചിട്ട് ശക്തിയെ ജയിച്ചത് ചുമ്മാരി. കറങ്ങുന്ന ഫാനിന് കറണ്ടാണോ പ്രശ്നം? കറങ്ങുന്ന ഫാനാണോ പ്രശ്നം? ഈ ഫാനോട് നമുക്ക് കൽപ്പിച്ചു നോക്കാം. ഫാനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, കറക്കം നിർത്ത്. ഞാൻ പറഞ്ഞപ്പോ കറക്കം കൂടിയെന്നു. ചവിട്ടാത്തോണ്ടായിരിക്കും. ചവിട്ടി ശാസിക്കുന്നു, കറക്കം നിൽക്കേ. ഇത് മുഴുവൻ ചവിട്ടി പൊട്ടിച്ചാലും കറക്കം നിൽക്കുകയല്ല. ഫാൻ പറയും ഞാൻ കറങ്ങുന്നേ ഉള്ളൂ പൊന്നച്ച, എന്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്, അതിനെ പോയി നിർത്ത. എന്നെ എന്തിനാ തുപ്പുന്നത്? എന്നെ എന്തിനാ ശാസിക്കുന്നത്? മനസ്സിലാകുന്നവർക്കായി ഇതിനോട് ശാസിച്ചും തുപ്പി നേരം കളയരുത്. പോയി സ്വിച്ച് ഓഫ് ചെയ്യേ. ഇതിനിടയ്ക്ക് കൈയിട്ട് നീ വികലാംഗനാകാനൊന്നും കർത്താവ് വിളിച്ചിട്ടില്ല. ഈ പരിപാടി അവിടെ മുഴുവൻ കണ്ടത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഒരുത്തൻ സാത്താനോട് യുദ്ധം ചെയ്തില്ല. സാത്താൻ നിർത്തിയവരോട് യുദ്ധം ചെയ്തു. അപ്പോഴും സാത്താൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ സേഫാ, എന്നെ തൊടാൻ പറ്റിയിട്ടില്ല. എന്റെ കർത്താവ് വന്നപ്പം അവൻ സാത്താൻ നിർത്തിയവരോടല്ല, സാത്താനോടാ യുദ്ധം ചെയ്തു. കൊളോസ് ലേഖനത്തിലെ വചനം അറിയാവുന്നവർ പറഞ്ഞു, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമാക്കി. അതുവരെ അവർ രഹസ്യമായിരുന്നു. ക്രൂശിൽ യേശു അവരെ പരസ്യമാക്കി. പറഞ്ഞ ആ വാക്ക്, ക്രൂശിൽ യേശു അവരെ പരസ്യമാക്കി എന്ന് പറഞ്ഞാൽ അന്ന് മറഞ്ഞിരുന്നവൻ, അന്ന് പല രൂപത്തിൽ വെളിപ്പെട്ടവൻ, ഇതാ ഇവനാ കള്ളൻ, ഇവനെ ഇതാ ഞാൻ മുഖം മൂടി വലിച്ചു കീറി പരസ്യമാക്കുന്നു. കമാൻ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. ഇവൻ ഇനി മറഞ്ഞിരിക്കയില്ല, ഇവൻ ഇനി ഒളിഞ്ഞും മറഞ്ഞും. കത്തിത്തുടങ്ങി. മൈ ഗോഡ്, നമന സിതരേ ജീസസ്. ഇതുകൊണ്ടാ പുതുനിയമം ആരംഭിച്ചപ്പോ പറഞ്ഞേ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡവും രക്തമുള്ള ഒന്നിനോട് നമുക്ക് പോരാട്ടമില്ല. പഴയ നിയമത്തിൽ മുഴുവൻ ജഡവും രക്തവും ഉള്ളതിനോടായിരുന്നു പോരാട്ടം. എന്നാൽ ഇവിടെ ജഡവും രക്തവും ഇല്ലാത്തതിനോട് പോരാട്ടം. ആരാ ജഡവും രക്തവും ഇല്ലാത്തത്? ജഡവും രക്തവും ഇല്ലാത്തത് ആത്മാവാണ്. സാത്താൻ ആത്മാവാണ്. ആത്മാവായ സാത്താനെ ആത്മാവിൽ പുറത്താക്കാൻ പറ്റുന്ന ഏക വ്യക്തി നീയാണ്. കാരണം നിന്റെ ആത്മാവിൽ യേശുവുണ്ട്. My Jesus. ഏയ് ഞാൻ മകന ഖമന. യെസ്. നില്ല ഞാൻ പറയാം. യേശുവിന്റെ വാക്കുകൾക്ക് ഇതുവരെ ഇവ മറഞ്ഞിരിക്കുകയാണെങ്കിൽ
ഇവന്റെ രഹസ്യം മുഴുവൻ എനിക്കറിയാം. ഇതറിയാവുന്ന ഞാനാ നിന്നെ വിടുന്നേ. എന്റെ പേര് പറഞ്ഞാ മതി. കത്തിയില്ല. എന്റെ പേര് പറഞ്ഞാ മതി. അവന്റെ വീഴ്ച കണ്ട എന്റെ പേര് പറഞ്ഞാ മതി. അതാ പറഞ്ഞു, എന്റെ നാമത്തിലങ്ങോട്ട് ചെല്ല. എന്റെ നാമം പറയുമ്പോ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. കാരണം അവന്റെ വീഴ്ച കണ്ട ഈ നാമമുള്ള ഞാനാ. ആരുണ്ട് ഇതൊന്ന് ആഘോഷിക്കാൻ? ആരുണ്ട് ഇതൊന്ന് ആഘോഷിക്കാൻ? അവന്റെ വീഴ്ചയുടെ മനാധികലഗതിയ. എന്റെ പ്രിയനെ, ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ. സാത്താൻ വീണെന്നുള്ള കാര്യം സാത്താനും അറിയാം. പക്ഷെ സാത്താൻ ചോദിക്കുന്നത് നീ ഇതറിഞ്ഞോന്ന. നീ ഇതറിയാത്ത എത്രയും കാലം നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവന് പറ്റും. കേട്ടവർക്കായി സ്തോത്രം. എന്നാൽ എന്ന് നീ അറിയുന്നോ അന്ന് നീ പറയും ആ നാമം. ഏത് നാമം? വീഴ്ച കണ്ട നാമം. കളിക്കരുത്. അന്ന് ആ നാമത്തോട് കളിച്ചപ്പം വീണത് ഓർമ്മയുണ്ടല്ലോ. My God. അയ്യോ, കർത്താവിനോട് തുറന്നു പറയുന്നു കേട്ടോ. കർത്താവിനോട് തുറന്നു പറയും. ഇന്ന് നീ കൽപ്പിക്കുമ്പോ പിശാചെന്ന് നീ പറയുമ്പോ അവന് പോയേ പറ്റൂ. കാരണം എന്നാന്നറിയാം, അവന്റെ വീഴ്ചയുടെ കാര്യം നീയും കൂടെ അറിഞ്ഞുപോയി. സാത്താൻ അതുകൊണ്ട് ഇതിനിടയ്ക്ക് പറയും, നീ ഇരുന്ന് ഉറങ്ങടാ മണ്ട, നീ ഇരുന്ന് ഉറങ്ങ, നീ ഇത് കേൾക്കരുത്, നീ ഇത് കേട്ടാ എനിക്ക് തലവേദനയാ. ഇതറിഞ്ഞോൻ പറയും, ഞാനും അറിഞ്ഞടാ വീണവനെ, നിന്നെ ഞാൻ ഇനിയും വീഴിക്കാൻ പോവാടാ. തകർന്നവൻ, എടാ നിന്റെ തകർച്ച ഞാൻ അറിഞ്ഞുപോയി. ഇതറിഞ്ഞവന്റെ മുമ്പിൽ സാത്താൻ വരണ്ടോടുക. അയ്യോ, ഇവര് പറയാ, കർത്താവേ ഞങ്ങൾ ചെന്നേ ഉള്ളൂ, ഞങ്ങൾ നിന്നേ ഉള്ളൂ, യേശു എന്ന് പറഞ്ഞോളൂ. അഴിയാൻ തുടങ്ങി. യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ വന്നില്ല. അതിനു മുമ്പേ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ പൊക്കോളാം, ശല്യപ്പെടുത്തണ്ട, നീ ആരാന്ന് ഞാൻ നീ അറിഞ്ഞേച്ച് വരുവാന്ന് കണ്ടാ അറിയാം. അറിഞ്ഞേച്ച് അവന്റെ വീഴ്ച അറിഞ്ഞേച്ച് വരുവാന്ന് കണ്ടാ അറിയാം. കള്ള സാത്താനെ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും നിന്റെ വീഴ്ച അറിഞ്ഞുപോയി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരുത്തന്റെ പോലും പിന്നാലെ നിനക്ക് ചലിക്കാൻ അധികാരമില്ല. ഇതുവരെ അറിയാത്ത എത്രയും കാലം നിനക്ക് ആധിപത്യം ഉണ്ടാകും. പക്ഷെ അറിഞ്ഞതുകൊണ്ട് സാത്താൻ വീണെന്നുള്ള രഹസ്യം എല്ലാരും അറിയണം. ഇതറിഞ്ഞ് നിന്റെ മുമ്പിൽ ഇനി അവന് നിൽക്കാൻ പറ്റുകയില്ല. അവൻ നിന്റെ മുമ്പിൽ വീഴും. അതാ കർത്താവ് പറഞ്ഞു, ഇനി ചവിട്ടിയാ മതി. ഇതറിയുമ്പോഴേ വീഴും. അതാ പറഞ്ഞു, ചവിട്ടിയാ മതി. നിക്ക്. കർത്താവ് പറഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അവനെ തള്ളിയിട്, അവനെ ആദ്യം കാൽക്കീടാക്കി, അത് കഴിഞ്ഞ് ചവിട്ടാൻ. നോ, ആദ്യം കർത്താവ് പറഞ്ഞു നോക്ക്, സാത്താൻ മിന്നൽ പോലെ ആകാശം താഴെ വീഴുന്ന കണ്ടു. വീണവനോട് നോക്കിയിട്ട് പറയാ, ചവിട്ടിക്കോ. പറഞ്ഞപ്പോഴേ വീണ് കഴിഞ്ഞു. കർത്താവ് തലമുറ ഇവിടെ തപ്പുക, ഇതൊന്ന് ആഘോഷിക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യോശുവയുടെ കാലത്ത് ഇതൊന്ന് ആഘോഷിക്കാൻ കർത്താവ് ഒന്ന് ഒരുങ്ങിയതാ, പക്ഷെ പറ്റിയില്ല. പക്ഷെ അവരാരും ഭൂതത്തെ പുറത്താക്കിയില്ല. ഏലിയാവിന്റെ കാലത്ത് നിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ച് സെലിബ്രേഷനുള്ള കാഹളം വരെ മുഴക്കിയതാ, പക്ഷെ നടന്നില്ല. പിന്നെ ഇങ്ങനെ നോക്കി വരുമായിരുന്നു, ആരുടെ കാലത്താ ഒന്ന് സന്തോഷിക്കുന്നേ. 12 പേരെ അയച്ചിട്ട് നോക്കി ഇവരൊന്ന് പുറത്താക്കിയിട്ട് സന്തോഷിക്കാൻ പറ്റുമെന്ന്. ഇവരെ പുറത്താക്കുക പിശാച്. കർത്താവിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് തൊട്ടടുത്ത ദിവസം
കുറച്ചുപേര് 70 പേര് കയറി വരുന്നു. അവരോട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളോട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. തിയോളജി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കണം. അവൻ വീണെന്ന രഹസ്യം നിങ്ങൾ അറിയണം. ഇത് കിട്ടിയോ? പൊക്കോ 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 ഓടിക്കോ ഓടിക്കോ. ജീസസ് 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 ജീസസ്. ഇതറിഞ്ഞ കൊയ്ത്തെളുപ്പവാ. ഇതറിഞ്ഞ കൊയ്ത്തെളുപ്പവാ. ഇതറിഞ്ഞ കൊയ്ത്തെളുപ്പവാ. അടുത്തിരിക്കുന്നവരോട് പറ, ഇതറിഞ്ഞ കൊയ്ത്തെളുപ്പവാ. ഇതറിഞ്ഞ കൊയ്ത്തിന്റെ 50% കഴിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് എളുപ്പം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഒത്തിരി കൊയ്യാനുണ്ട്. അതുകൊണ്ട് ചുമ്മാ നിങ്ങൾ പോയാൽ മതി, എന്റെ പേര് പറഞ്ഞാൽ മതി. ചിന്തിച്ചു നോക്കി, അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഓഫീസിൽ നിങ്ങളോട് ഒരാളൊരു വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പറയാ, എന്റെ പേര് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ ചെന്ന വിസിറ്റിംഗ് കാർഡ് ഇന്നയാള് പറഞ്ഞിട്ട് ഞാൻ വന്നാന്ന് പറയാം. ഓ, അയാൾ എഴുന്നേറ്റ് ആള് പറഞ്ഞിട്ട് വിട്ടാണോ, ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. ഇത് പറഞ്ഞാൽ നിങ്ങൾ ആ വിസിറ്റിംഗ് കാർഡ് ആയിസി കളയുമോ? പിന്നെ എവിടെ പോയാലും അതുകൊണ്ടായിരിക്കും നടക്കുന്നത്. അതേസമയം ചിന്തിച്ചു നോക്കി, അയാൾ പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾ ഇന്നാര് പറഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞ ഉടനെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ മേലാൽ ആ നാമം പറയല്ലേ. ഇവർക്ക് അങ്ങ് മൂച്ചായി. ഈ 70 പിള്ളേർക്ക് അങ്ങ് കത്താൻ തുടങ്ങി. ഇവർ പറഞ്ഞു, ഒരിക്കലും ഇത് പ്രയോഗിച്ചപ്പോ ഇതാണെങ്കിൽ ഞങ്ങൾ ഇനി സ്ഥിരം തുടങ്ങുക. ഞങ്ങളിത് സ്ഥിരം തുടങ്ങുമ്പോ കൊയ്ത്ത് നടക്കും. നീ ഇന്ന് രാത്രി ഈ രഹസ്യം അറിയും സഹോദര. അറിഞ്ഞിട്ടവനെ പുറത്താക്ക, അറിഞ്ഞിട്ടവനെ പുറത്താക്ക, അറിഞ്ഞിട്ടവനെ പുറത്താക്ക, അറിഞ്ഞുകൊണ്ട് അവനെ നേരെ നിൽക്ക്, അറിഞ്ഞിട്ടവനെ പുറത്താക്ക. യെസ്, അറിഞ്ഞിട്ടവനെ തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ. അവനോട് പറ, നിന്റെ വീഴ്ചയുടെ ചരിത്രം ഞാനും അറിഞ്ഞുപോയാ, ഞാനും അറിഞ്ഞുപോയി. മല പോലെ ഉയർന്നു നിൽക്കുന്ന സാധാന്യ മണ്ഡലങ്ങളെ നോക്കി പറ, വീണവനെ ഇന്ന് രാത്രി നീ എന്റെ മുമ്പിൽ വീഴും. അതാ കർത്താവ് അടുത്തത് പറയുന്നത്. ഒന്നാമത്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്ക് യേശു പറയുക, അന്ന് വീണവനെ പിന്നെ കണ്ടത് പാമ്പായിട്ടാ. സത്യവത. ലോകാരംഭത്തിന് മുമ്പേ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സൃഷ്ടിപ്പിന് മുമ്പേ, താഴെ വീണവൻ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് പാമ്പായിട്ടാ. അങ്ങ് ഏദനിൽ. ഓർമ്മയില്ലേ, ഹവ്വയുടെ അടുക്കൽ പാമ്പായിട്ടാ വന്നേ. മിന്നൽ പോലെ താഴെ വീണവൻ ഭൂമിയിൽ പാമ്പായി. പിന്നീട് അവനെ പാമ്പായിട്ട് കണ്ടിട്ടില്ല, തേളായി. എന്താ വലിയ മർമ്മമാത്. പാമ്പ് മുമ്പിൽ നിന്ന് കടിക്കുമെങ്കിൽ തേള് പുറകിൽ നിന്ന് കുത്തുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. പിന്നീട് നേരിട്ടുള്ള പ്രയോഗം ഇല്ലിവന്. മറഞ്ഞു നിന്ന് ഇവന്റെ ആൾക്കാരെയും കൊണ്ട് ഇവൻ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. തേളെപ്പോഴും ചതിയാണ്. ഒരുത്തനെ വയലിൽ കൊണ്ടുപോകുമ്പോൾ ആരാധന കഴിഞ്ഞ് സഹോദരന്മാർ തോളത്ത് കൈയിട്ട് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ, ഒരുത്തനെ വയലിൽ കുത്തിക്കൊല്ലാനാ കൊണ്ടുപോകുന്നെന്നാ. ഞാൻ പറയാം, ഇത് തേളിന്റെ പരിപാടിയാ. അങ്ങ് ഏതനി പാമ്പായിരുന്നെങ്കിൽ പിന്നീട് ഇവൻ തേള. എന്നിട്ട് അടുത്ത വാക്ക് കർത്താവ് പറയുക, ശത്രുവിന്റെ സകല ബലത്തെയും പറഞ്ഞതിന്റെ അർത്ഥം, പിന്നീട് ഇവൻ ഒരുപാട് മുഖംമൂടികൾ ഇട്ടു, പിന്നീട് ഇവൻ ഒരുപാട് വേഷം കെട്ടുകൾ കാണിച്ചു. പക്ഷെ ഇതിന്റെ മുഴുവന്റെ മേലെ നിനക്ക് അധികാരം ഞാൻ തന്നിരിക്കുക. Come on, people of God, in the name of Jesus. ഇന്ന് ഒരു യഥാർത്ഥ കൊയ്ത്ത്, ജീസസ്, ഒരു യഥാർത്ഥ കൊയ്ത്ത് ഇവിടെ നടക്കണമെങ്കിൽ ഈ അറിവ് കിട്ടിയവൻ ഇറങ്ങണം. ഏത് അറിവ് കിട്ടിയവൻ? സാത്താൻ ദേശത്തുണ്ടെന്ന് അറിവ് കിട്ടിയവനല്ല, സാത്താൻ എന്റെ കാൽ കീഴാന്ന് അറിവ് കിട്ടിയവൻ. പാമ്പും തേളും ശത്രുവിന്റെ സകല ബലവും ചവിട്ടുവാൻ അധികാരം എനിക്ക് തന്നിരിക്കുകയാണ്. തിരിച്ചറിഞ്ഞവൻ എഴുന്നേൽക്കുന്നിടത്ത് കൊയ്ത്ത് നടക്കും. ആ തിരിച്ചറിവോടെ ഇന്നിവിടെ ഒരുത്തൻ എഴുന്നേറ്റാൽ അവന്റെ കയ്യിലൂടെ 1000 കൊയ്യപ്പെടുകയാണ്, 10,000 അവന്റെ കയ്യിലൂടെ കൊയ്യപ്പെടുകയാണ്, ദേശം അവന്റെ കയ്യിലൂടെ കൊയ്യപ്പെടുകയാണ്, രാജ്യം അവന്റെ കയ്യിലൂടെ കൊയ്യപ്പെടുകയാണ്. അവന്റെ കയ്യിൽ ദൈവം അത്ഭുതം ഏൽപ്പിക്കുകയാണ്. ഇത് സാധാരണക്കാരന്റെ രാത്രിയാ. ആവർത്തിക്കുന്നു, ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. ഇത് സാധാരണക്കാരന്റെ രാത്രിയാ, ഇത് സാധാരണക്കാരന്റെ രാത്രിയാ, ഇത് വിഡ്ഢികളുടെ രാത്രിയാ, ഒന്നും അറിയില്ലെന്ന് പറയുന്നവരുടെ രാത്രിയാ, എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ രാത്രിയാ, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് പറയുന്നവന്റെ രാത്രിയാ. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ കൈവെക്കുമ്പോ ചിലത് സംഭവിക്കത്തക്ക നിലയിൽ നിന്നെ അധികാരപ്പെടുത്തുകയാ. പ്രാപിച്ചോ.
ഇറങ്ങി തുടങ്ങി ഒരൊറ്റ മുതൽ തിരിച്ചറിയുന്നവന്റെ മുമ്പിൽ സാധാന്യ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴുന്നു. അവർ അതിനെ ചവിട്ടി അതിന്റെ മീതെ ജയം കൊണ്ടാടുന്നു. Come on, people of God, let us celebrate the victory of God. അതിന്റെ ആഘോഷം. ഞാൻ എന്റെ ഉള്ളിൽ തള്ളുന്ന ഒരു നിയോഗം ഞാൻ വിളിച്ചു പറയാം. കൊയ്ത്ത് നടക്കേണ്ട ഓരോ ദേശത്തും ചെന്ന് ഇതാ സംഭവിക്കേണ്ടത്. അവിടെ കൊയ്ത്തിനെ തടയുന്നവനെ ആദ്യം നീ കാൽക്കീഴാകണം. അവന്റെ പേര് പറഞ്ഞാൽ മതി, വീണോളൂ. അവനെ പിടിച്ചു കെട്ടണം. ശക്തി ഇവിടെ ചലിക്കുന്നു. ആധുനിക കൊയ്ത്ത് യന്ത്രങ്ങളെ ദൈവാത്മ അഭിഷേകം ചെയ്യുകയാ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കൊയ്യുവാൻ രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കണമെന്ന ദൗത്യവുമായി ദൈവാത്മാവ് എഴുന്നേൽക്കയാ. ഞാൻ ഈ ദൂത് ഇവിടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട 70 ദൈവത്തിന്റെ രഹസ്യം സാത്താന്യ ലോകങ്ങൾ തിരിച്ചറിയുമ്പോൾ അവര് നടക്കുമ്പോൾ കൊയ്ത്ത് നടക്കാൻ പോവാ. അവര് നിൽക്കുമ്പോൾ കൊയ്ത്ത് നടക്കാൻ പോവാ. അവരെവിടെ ചെന്നാലും in the name of Jesus. ആവർത്തിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവാത്മാവ് അവന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് നീ നിന്നാൽ ആ മണ്ണിൽ, അവന്റെ ചരിത്രം അറിഞ്ഞ മണ്ണിൽ, അവന്റെ വീഴ്ചയുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് ഒരു മണ്ണിൽ നീ കാല് ചവിട്ടിയാൽ ആ മണ്ണിൽ കൊയ്ത്ത് നടന്നിരിക്കും. അനോയിന്റിങ് ഭയങ്കരമായിട്ട് ഇറങ്ങുന്നു. ഹെവിനെസ് ഓഫ് അനോയിന്റിങ് അത് വ്യാപരിക്കുന്നു. ഈ 70-നകത്തുള്ള ചിലത് ഇവിടെ ഉണ്ട്. അവരെ അഭിഷേകം ചെയ്ത് വേർതിരിക്കുക കർത്താവ്. അവരുടെ കയ്യിലൂടെ കൊയ്ത്ത് നടക്കണം. കൊയ്ത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഒന്ന് കേൾക്ക്. കർത്താവ് പറയുന്നു ഒന്ന് കേൾക്ക്. അന്നു മുതലുള്ള വീഴ്ചയുടെ ചരിത്രം അറിഞ്ഞുകൊണ്ട് ഒരു പട്ടണത്തിൽ നീ കാല് ചവിട്ടിയാൽ മതി. പിശാചിന്റെ പുറകെ നീ പോകണ്ട. സാത്താൻ ഇങ്ങോട്ട് വന്നിട്ട് പറയൂ, ഈ മനുഷ്യൻ അത്യുന്നതന്റെ ദാസനാ, രക്ഷാമാർഗം കയ്യിലുള്ളവനാ, ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ കൊയ്ത്തും കൊണ്ടേ പോകത്തുള്ളൂ. ഓരോ ദിക്കുകളിൽ ഇരിക്കുന്ന സാത്താൻ നിന്റെ അഡ്രസ് കേട്ട് അടുത്തു വന്ന് കീഴടങ്ങുന്ന രംഗം ഒന്ന് കണ്ടോ? അറിഞ്ഞ നീ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ സാത്താന്യ മണ്ഡലങ്ങൾക്ക് അറിവ് കിട്ടും നീ വന്നിട്ടുണ്ടെന്ന്. രഹസ്യം അറിഞ്ഞ നീ വന്നിട്ടുണ്ടെന്ന്. നീ സാത്താനെ അന്വേഷിച്ചു പോകണ്ട. സാത്താൻ നിന്നെ അന്വേഷിച്ചു വന്ന് പറയും, വിട പോട്ടെ വിട. ഒരു ഭയങ്കര അധികാരത്തിന്റെ കൈമാറ്റം സാധാരണക്കാരുടെ മേൽ ഈ രാത്രി പതിയപ്പെടും. എന്റെ ഉള്ളിൽ അതിനുള്ള നിയോഗം തിളയ്ക്കുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ഇന്നു വരെ നിന്റെ കയ്യിലൂടെ നടക്കാത്തത് ഇനി മുതൽ നടക്കും. കാരണം രഹസ്യം അറിയുന്ന നീ ചെന്ന ഇതിനകത്ത് തീ ഇറങ്ങുന്നു. വ്യക്തികളെ ദൈവാത്മ തൊട്ടുകൊണ്ടിരിക്കുന്നു. രഹസ്യം അറിഞ്ഞോണ്ട് മൈ ഗാഡ് ആർക്കൊക്കെയോ മർമ്മങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞു. അവന്റെ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അവന്റെ രാജ്യത്തിന്റെ അടിത്തറകൾ കുലുക്കുന്ന ചിലവ് ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞു. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ജീസസ്. കർത്താവേ, എന്താ ഈ 70-ന്റെ കാര്യത്തിൽ ഇത്രയും നിനക്ക് മനസ്സലിവുള്ളത്? കർത്താവിന്റെ വാക്കിതാ, എന്റെ പ്രതീക്ഷ ഇനി ഇവരുടെ മേല. അന്ത്യകാല കൊയ്ത്ത് ഇവരുടെ കയ്യില. ഇന്നിവിടെ പകരുന്ന ഈ ഹാർവസ്റ്റ്
ഇത് എൻഡ് ടൈം ഹാർവസ്റ്റ് സഹോദരങ്ങളെ, ഇത് അന്ത്യകാല കൊയ്ത്ത സഹോദരങ്ങളെ. മൈ ജീസസ് വേർതിരിച്ച് കർത്താവ് പറയുന്നു. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇത് ഞാൻ വെറും വാക്ക് പറയുകയല്ല. ഇത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടോ? അവിടെയെല്ലാം കൊയ്ത്തുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കൂ. ഈ രഹസ്യം അറിഞ്ഞുകൊണ്ട് ഒരിക്കൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ ശമരിയ പട്ടണത്തിലോട്ട് നീങ്ങുന്നു. ചരിത്രം അറിയാമെങ്കിൽ അറിയാം. മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, മന്ത്രവാദ പുസ്തകങ്ങൾ, ആഭിചാരത്തിന്റെ തന്ത്രങ്ങൾ, 1, 2, 10 സേവകാത്മാക്കളുടെ പിൻബലത്തിൽ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത കള്ളവ്യാപാരങ്ങൾ, പ്രാപിച്ചു. സാധാരണക്കാരന്റെ പകലായത്, സാധാരണക്കാരന്റെ രാത്രിയാ സഹോദരങ്ങളെ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള രാത്രിയാ. Come on, take it. കർത്താവ് കണ്ട ദിവസമായത്. നിന്നെ ഒന്ന് അധികാരപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടാൻ എന്റെ കർത്താവ് കണ്ടെത്തിയ ദിവസമായത്. വേറൊന്നും അറിയണ്ട നീ. രണ്ട് ചിത്രങ്ങൾ കണ്ണുള്ളവൻ കാണട്ടെ. കൊയ്ത്തിനെ തടയുന്ന ശക്തി സജീവമാകുമ്പോൾ അതിനെ പുറത്താക്കി ആ വയൽ കൊയ്യുന്ന ഒരു തലമുറ. ഒരിക്കലും ഈ വയലിൽ കൊയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പം സമ്മതിക്കത്തില്ലെന്ന് പറയുന്നവന്റെ നേരെ അധികാരം പ്രയോഗിക്കുന്ന തലമുറ. നിന്റെ അനുവാദം വേണ്ടടാ. യെസ്, ഭയങ്കര പകർച്ച ഇവിടെ നടക്കുന്നു. കർത്താവ് വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. യേശു പറയുന്നു എന്റെ സമയമായി. ദേശം മുഴുവൻ എനിക്ക് പിടിക്കാൻ സമയമായി. ഇതിന് ഒരു പാസ്റ്ററെ കൊണ്ട് പറ്റുകയില്ല, 9 പാസ്റ്റർമാരെ കൊണ്ട് പറ്റുകയില്ല. എനിക്ക് 70 പോരാ ഇന്ന്, എനിക്ക് 120 പോരിന്ന്. കൊയ്ത്ത് യന്ത്രങ്ങളെ എനിക്ക് വേണം. എനിക്ക് ഓരോ ഓഫീസുകളിലും കൊയ്യണം, ഓരോ സിറ്റികളിലും കൊയ്യണം. യേശുവിന്റെ ദൃഷ്ടി ഇവിടെ പതിയുന്നു. കർത്താവേ, ഇത് എന്നോടാകണേ എന്ന് പറഞ്ഞ് ഇന്ന് ഉള്ളുപോലെ നീ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നിന്നോട് കർത്താവ് പറയുക, ഇത് കുഞ്ഞ് നിനക്ക് വേണ്ടിയുള്ളതാ. ഇത് നിനക്ക് വേണ്ടിയുള്ളതാ. ഇത് നിനക്ക് വേണ്ടി എടുത്ത ദൂതാ. നിന്നോട് ദൈവാത്മാവ് പറയാൻ ഓങ്ങി വെച്ചതാ. ഇത് നിനക്ക് വേണ്ടിയുള്ള സന്ദേശമാ. നീ ചോദിച്ചില്ലേ എന്നാ എന്റെ ടൈം? കർത്താവ് പറയുന്നു, ഇന്നാ നിന്റെ സമയം. അവന്റെ രഹസ്യം അറിഞ്ഞോൻ എഴുന്നേക്കട്ടെ. ഈ എഴുന്നേപ്പ് അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, സാരമില്ല. ഈ എഴുന്നേപ്പ് അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും സാരമില്ല. ഇറ്റ്സ് ഓക്കെ. അവന്റെ രഹസ്യം അറിഞ്ഞവൻ എഴുന്നേക്കട്ടെ. അവന്റെ രഹസ്യം അറിഞ്ഞവൻ എഴുന്നേക്കട്ടെ. അവന്റെ രഹസ്യം അറിഞ്ഞവൻ എഴുന്നേക്കട്ടെ. അവന്റെ രഹസ്യം അറിഞ്ഞവൻ എഴുന്നേക്കട്ടെ. അവന്റെ രഹസ്യം അറിഞ്ഞവനോട് ഇന്ന് രാത്രി സാത്താന്റെ അവകാശവാദം ദയവ് ചെയ്ത് എന്റെ അതിർത്തി വരരുത്, എന്റെ അതിർത്തി വരരുത്. അന്ന് യേശു ഗദർദേശത്ത് ചെന്നപ്പം സാത്താന്റെ അവകാശവാദം, എന്നെ നശിപ്പിക്കാൻ ഇവിടെ വന്നോ? ശബത്തിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താന്റെ അവകാശവാദം, നീ ഞങ്ങളെ നശിപ്പിക്കാൻ ഇവിടെ വന്നോ? എടാ, ഇവൻ വന്ന നീ എങ്ങനെയാ നശിക്കുന്നേ? ഇതാ മർമ്മം. ഇവൻ വന്ന ഞാൻ നശിക്കും.
എനിക്കറിയില്ല എന്റെ കർത്താവ് എന്തൊക്കെയോട് വലിയ കോളിളക്കങ്ങൾ ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ പലരെയും കർത്താവ് ഇന്ന് രാത്രി അഭിഷേകത്താൽ നിറയ്ക്കുക മാത്രമല്ല, ശുശ്രൂഷകൾക്ക് വേണ്ടി ഫലമേൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. പ്ലാറ്റ്ഫോം അന്വേഷിച്ച് നടക്കുകയല്ല, നിങ്ങൾ നിൽക്കുന്നിടം പ്ലാറ്റ്ഫോമുകളായി മാറാൻ പോവുകയാണ്. വ്യക്തികളിലുള്ള ദുരാത്മാക്കൾ ആരാധനയ്ക്കകത്ത് വെളിപ്പെടുന്ന രംഗങ്ങൾ ഓരോന്നും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ആരാധന കൂടാതെ നീ നടക്കുമ്പോൾ ദുരാത്മാക്കൾ നിലവിളിക്കുന്ന എൻഡ് ടൈം റിവൈവലിന്റെ ലക്ഷണം, അന്ത്യകാല കൊയ്ത്തിന്റെ ലക്ഷണം. രഹസ്യമറിഞ്ഞോനെ, രഹസ്യമറിഞ്ഞോനെ, രഹസ്യമറിഞ്ഞവനെ, നീ അവന് തലവേദനയാ. അയ്യോ, കർത്താവ് അങ്ങനെ പറയുന്നു, കർത്താവ് അങ്ങനെ പറയുന്നു. ഇന്നലെ വരെ ഞാനും ഇവളും കൂടെ ഒരു പരുവത്തിൽ അങ്ങ് പോവുമായിരുന്നു. ഇവൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല, ഞാൻ അവളെയും വലിയ കാര്യമായിട്ട് ഉപദ്രവിക്കുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഇവൾ എന്നെ ഉപദ്രവിക്കാൻ വരിക. കാരണം ഇവളിത് അറിഞ്ഞുപോയി, അറിഞ്ഞുപോയി. പറ ആ വാക്ക്, അറിഞ്ഞുപോടാ കള്ള പിശാചേ, അറിഞ്ഞുപോയി. നീ വീണ കാര്യം ഞാൻ അറിഞ്ഞുപോയി, നിന്റെ തകർച്ച ഞാൻ അറിഞ്ഞുപോയി. എനിക്കിത് പറഞ്ഞങ്ങ് കൊതി തീർന്നില്ല കേട്ടോ, സത്യമായിട്ട്. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാൻ പോവാ ഇപ്പൊ. അതായത് സാത്താനെ ഭയക്കുന്ന ഒരു തലമുറയായിരുന്നു. അയ്യോ, അവൻ എന്നെ ഉപദ്രവിക്കൂ എന്ന് പറയുന്ന ഒരു തലമുറയായിരുന്നു മുമ്പുള്ളതെങ്കിൽ, സാത്താൻ ഭയക്കുന്ന ഒരു തലമുറയാണ് ഇനിയുള്ളത്. പ്ലീസ്, പ്ലീസ്, ഞാൻ പറയാം, അതിന്റെ കാരണം പറയാം, അതിന്റെ കാരണം പറയാം. നിൽക്കും ഒരായുധം പോലും ഇല്ലാത്ത സാത്താനും സർവ ആയുധവർഗമുള്ള നീയും. കേട്ടില്ല? പഴം മുറിക്കാൻ പോലും ഒരു കത്തി കയ്യിലില്ലാത്ത സാത്താനും ദൈവത്തിന്റെ മുഴുവൻ ആയുധവർഗം ധരിച്ച നീയും. ആ രംഗം ഒന്ന് കാണ, എന്നിട്ട് ദൈവത്തെ സ്തുതിക്കും. നിക്ക്, ഒരായുധം പോലും എടുക്കാനില്ലാത്ത സാത്താനും ദൈവത്തിന്റെ മുഴുവൻ ആയുധം സ്വീകരിച്ച് നിൽക്കുന്ന നീയും. ഈ രണ്ട് ചിത്രം നിന്റെ കൺമുമ്പിൽ കാണുമ്പോഴേ നിനക്കുറപ്പായി, നിന്നെ കാണുമ്പോഴേ അവനോടും. എടാ, ആയുധം ഉള്ളവന്റെ അടുക്കൽ ആയുധമില്ലാത്ത ബുദ്ധിയുള്ള യുദ്ധത്തിന് വരുമോ? ഇതാ പറഞ്ഞു, നീ നിന്നാ മതി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിനെന്ന് പറഞ്ഞാൽ when you stand, നീ നിൽക്കുമ്പോൾ സാത്താൻ നിന്നെ നോക്കും. ആയുധം കാണുമ്പോഴേ പറയും സലാം സലാം സലാം, പോയേക്കുക, സോറി, നമ്മൾ തമ്മിലില്ല, കാരണം നീ എന്നെ നശിപ്പിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഇത് അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവിന് ഒരു 70 കിട്ടി. ഇത് ബാംഗ്ലൂർ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവിന് ഒരു 70 വേണം. അതിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ജോലിക്കാരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ പാർട്ട് ടൈമുകാരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ഫുൾ ടൈമുകാരെ, എനിക്കിവിടെ ടൈം അല്ല പ്രശ്നം, എന്റെ പ്രശ്നം കൊയ്ത്ത. ഇറങ്ങി തുടങ്ങി ഓരോ സാധാരണക്കാരന് അതിനെ സ്വീകരിച്ചു തുടങ്ങിക്കും. ദൈവത്തിന്റെ നിയോഗം നിങ്ങളിലേക്ക് വീഴുകയാണ്. ദൈവത്തിന്റെ നിയോഗം നിങ്ങളിലേക്ക് വീഴുകയാണ്. വചനം ഇനി വചനമായി ഇരിക്കുകയല്ല, അത് നിങ്ങളിൽ പ്രവേശിക്കുകയാണ്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല, എന്നാൽ ആ പശുവിനെ പുറത്തിറക്കി വിടും, അത് പുല്ല് തിന്നും. ഇത് തന്നെയായിരുന്നു ഇവിടെ സംഭവിക്കണ്ടേ. ഈ വചനം 1000 വട്ടം കേട്ടാലും ഇതിന് കൈയടിച്ച് വിരിയാനേ നിനക്ക് പറ്റുള്ളൂ. പക്ഷെ ഇതൊന്ന് ആഘോഷിക്കാൻ നീ തുടങ്ങി. അറിഞ്ഞു പോടേ. ഒരു കാര്യം പറഞ്ഞ അറിഞ്ഞു പോയി, ഞാൻ അതിന്റെ ഏരിയ വന്നു. എന്നതായിരുന്നു? മൂക്കിൽ കൂടെ വലിച്ച് ചെവി കൂടെ എടുക്കും. കാണിച്ചു തരാൻ, കണ്ടോളാം. പോടാ സാത്താനെ.
ഞാൻ പറയണം. അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുമ്പോ സാത്താനോട് തിരിച്ചു പറയാം, എന്റെ കാൽക്കീഴെന്ന് പോയിട്ട് വേണ്ടേ മോനെ? എടാ, എന്റെ കാൽക്കീഴെ നീ പോകാത്തത്രോ കാലം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റുക. പുറത്താക്കിക്കോ. For what you are waiting. ഇനി എന്നാത്തിന് കാത്തു നിൽക്കുക? പുറത്താക്കിക്കോ. ആ രോഗാത്മാവിനോട് പറ, അറിഞ്ഞുപോയേ ഞങ്ങളും അത് അറിഞ്ഞുപോയേ. വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആ കട്ടുളപ്പടിമേൽ കാലി വിട്ടിട്ട് പറയണം, അറിഞ്ഞുപോയേ. സാത്താൻ ചോദിക്കും, ഓ നീ അറിഞ്ഞോ? തലവേദന. ഞാനിവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയായിരുന്നു. നീ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞത് ആ പുറകിൽ പോയിരുന്ന് ഉറങ്ങാനല്ലേ? നീ എന്തിനാ വചനം കേട്ടെ? വല്ല വായിക്കോട്ടം വിട്ട് ആ കസേരയുടെ പുറകെ പോയിരുന്ന് ഉറങ്ങാനല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത്? നീ എന്തിനാ അത് മുഴുവൻ ചെവി തുറന്ന് കേട്ടത്? കേട്ടാലും കുഴപ്പമില്ല, നീ എന്തിനാ അത് പറയുന്നേ? കേൾക്കുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല, പക്ഷെ നീ ഇതെന്തിനാ പറയുന്നേ? എനിക്കിത് പറയുമ്പോ എനിക്ക് പറ്റുകയില്ല. പ്ലീസ് സാത്താൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാ, പ്ലീസ്. പണ്ട് നീ സാത്താനോട് പറയായിരുന്നു എന്നെ വിടാൻ, ഇപ്പൊ നിന്നോട് സാത്താൻ ചോദിക്കുക, ഒന്ന് വിടാവോ എന്നെ, ഞാൻ പൊക്കോട്ടെ. ജീസസ് ആ രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. അധരം കൊണ്ടൊന്ന് ഉറച്ചു പറഞ്ഞേ, ഇത് എന്റെ രാത്രിയാ. ഞാൻ ആ 70 ഒരാളാ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഈ വചനവുമായി നിൽപ്പാൻ അടിയനോട് പറഞ്ഞപ്പോൾ ഈ വചനം നിമിത്തം നീ കണ്ട വ്യക്തികളിവിടെ വന്നിട്ടുണ്ട്. ഈ വലിയ ജനക്കൂട്ടത്തിൽ ഈ കേൾവിക്കാരുടെ ഇടയിൽ അവരെവിടെയെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ തിരഞ്ഞു പിടിച്ച് അവരെ അഭിഷേകം ചെയ്യാൻ ഇപ്പോൾ അവിടുത്തെ ആത്മാവിന് കഴിയും. Father, I pray, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി അങ്ങയുടെ ഹൃദയം വെമ്പുന്നല്ലോ. 127 കോടി ജനത്തിന് വേണ്ടി, അവരുടെ കൊയ്ത്തിന് വേണ്ടി അങ്ങയുടെ മനസ്സ് തുടിക്കുന്നല്ലോ. ഒരു സഭയോ 9 സഭയോ ഉണ്ടായാൽ, ഒരു ദൈവദാസനോ 9 ദൈവദാസനോ ഉണ്ടായാൽ, ഇതുപോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എത്രത്തോളം കൊയ്ത്ത് നടക്കും കർത്താവേ. എന്നാൽ ഒരു ഇടയന്റെ കീഴിൽ അനേകർ അധികാരത്തോടെ ഒരുമിച്ച് ശുശ്രൂഷിച്ചാൽ എത്ര വേഗത്തിൽ ഈ കൊയ്ത്ത് നടക്കും കർത്താവേ. ശാന്തമായി ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് കേട്ടോണേ. എന്റെ ഭാവനയിൽ കൊയ്ത്തെന്ന് പറയുന്നത് വീടുകൾ കയറി സുവിശേഷം പറഞ്ഞുള്ള കൊയ്ത്താണ്. പക്ഷെ കർത്താവിന്റെ ഭാവനയിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ അഴിച്ച്, ബദ്ധന്മാരെ വിടുവിച്ച് ഉള്ള കൊയ്ത്താണ്. ഇന്ന് ഒരാശാരിയെ ജോലിക്ക് വിടുമ്പോൾ അവന്റെ കയ്യിൽ അവന്റെ ജോലിക്കുള്ള ട്യൂൾസ് ഏൽപ്പിക്കുന്ന പോലെ, ഏത് ജോലിക്കാരനെയും ആ ജോലി ചെയ്യുവാനുള്ള ആയുധങ്ങൾ ഏൽപ്പിക്കുന്ന പോലെ
ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അന്ത്യകാല കൊയ്ത്തിനു വേണ്ടി ചില ടൂൾസുകൾ ഞാൻ ഏൽപ്പിക്കാൻ പോവുക ഈ ജനത്തെ. Touch your people. I just released the anointment of the Holy Spirit. Jesus. കർത്താവ് തരുന്ന നിയോഗം ഇപ്പോൾ ചെയ്യുകയാണ്. കരങ്ങളെല്ലാം താഴ്ത്തിയിട്ടാണ്. ഞാൻ ഈ സഹോദരന്മാരുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നോക്കുന്നത്. നട്ടെല്ല് സംബന്ധമായി അതികഠിനമായ വേദനയുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു ഗൈഡൻസ് ഉണ്ട്. കുനിഞ്ഞു നിവർന്ന് ഭാരമെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, ഏത് ടൈപ്പിലുള്ള ബാക്ക് പെയിനുകൾ, നട്ടല് രണ്ട് ധ്രുവത്തിലേക്ക് വളഞ്ഞു പോകുന്ന അവസ്ഥകൾ, ഡിസ്ലൊക്കേഷനുകൾ, വാട്ടവർ എന്തു ആയിക്കോട്ടെ, യേശുവിന്റെ കരം ഇപ്പോൾ അതിനുവേണ്ടി ചലിക്കുകയാണ്. ഇന്ന് രാത്രി അത്തരത്തിൽ എന്റെ നട്ടലിൽ യേശുവിന്റെ കരം ഒന്ന് വ്യാപരിക്കണം എന്നാഗ്രഹിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കുക. എന്റെ നട്ടലിനെ കർത്താവ് ഒന്ന് തൊടണമെന്ന് പറയുന്നവർ, അവര് മാത്രം. വല്ലപ്പോഴും വന്നു പോകുന്ന നടുവിനുവേനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിരന്തരം ഇതിന് അടിമയായി ജോലി സ്ഥലത്ത് പോലും ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. ജീസസ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനായി ഞാൻ പറയാം. ഓക്കെ, ഞാൻ 2-3 പേരെ മുമ്പിലേക്ക് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും കാണാൻ കഴിയും. അവിടെ സ്പെക്സ് വെച്ച ബ്രദർ, യെസ്. ഇവിടെ ആ 2 കൈ ഉയർത്തി നിൽക്കുന്ന ബ്രദർ, യെസ്. വേഗത്തിൽ. എന്റെ കയ്യിൽ ടൈം വളരെ കുറവാണ്. വേഗത്തിലോടി മുമ്പിലേക്ക് വരിക. കുറച്ച് പേർ ഈ തൂണിന്റെ ചോട്ടിൽ നിൽക്കുന്ന ബ്രദർ, യെസ്. ടീഷർട്ട് ഇട്ട ബ്രദർ, യെസ്. വേഗത്തിൽ വരിക. It's okay. Come first. Come first. Jesus. എന്താ ബ്രദറിന്റെ പേര്? ജോണി. നടുവിനെ ഉണ്ടോ അതോ ഭയങ്കര പെയിനാ? ഈ ഇടുപ്പിനാ പ്രയാസം, റൈറ്റ്? ടൈൽ ബോണ്. ഓക്കെ, എത്ര നാളായി തുടങ്ങിയിട്ട്? 3 years ആയി. ഡോക്ടർ അടുത്ത് പോയി? ഏത് ഡോക്ടർ? ഓക്കെ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഓക്കെ, എന്നിട്ടും കുറവില്ല. മൈ ഗോഡ്, ജീസസ്. സിമ്പിൾ. ഞാനിപ്പം കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല മുമ്പോട്ട് വിളിച്ചത്. ഞാനിത് നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് എക്സാമ്പിളായി നിങ്ങളെ വിളിച്ചതേ ഉള്ളൂ. സി, ഇവിടെ സംഭവിക്കുന്നത്, എല്ലാവരും കണ്ണു തുറന്ന് നോക്കുക. നിങ്ങളാരും മസിലൊന്നും പിടിക്കണ്ട, കർത്താവ് സൗഖ്യമാക്കാൻ പോകും. ജീസസ്, ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അവന്റെ വീഴ്ചയുടെ രഹസ്യം അറിഞ്ഞ ഈ വ്യക്തി ഇപ്പോൾ സാത്താനോട് പറയുകയാണ്, ഹേ സാത്താനെ, നീ വീണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. അതുകൊണ്ട് വീണ നിന്റെ നടുവിന്മേനെ എനിക്ക് വേണ്ട. സിമ്പിൾ. നീ വീണതുകൊണ്ട്, നീ എന്റെ കാൽ കീഴായതുകൊണ്ട് എന്റെ നടുവിൽ നിന്നെ ആവശ്യമില്ല. See this? എന്റെ കാൽ കീഴായതുകൊണ്ട് എന്റെ നടുവിലും കൂടെ നിന്നെ ആവശ്യമില്ല. ഓൾറെഡി നീ എന്റെ കാൽ കീഴാണ്. അതുകൊണ്ട് ഇനി എന്റെ നടുവിലും കൂടെ നിന്നെ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നീ നിക്ഷേപിച്ചിരിക്കുന്നത്, നിന്റെ തകർച്ച അറിഞ്ഞ ഞാൻ, അത് വാക്കുകൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. നീ നിക്ഷേപിച്ചത് നിന്റെ തകർച്ച അറിഞ്ഞ ഞാൻ ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുന്നു, എടുത്തോണ്ട് ഉള്ള നേരം കൊണ്ട് സ്റ്റാൻഡ് വിടുക. ഞാൻ പറഞ്ഞില്ലേ, പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല, പക്ഷെ ആ പശുവിനെ ഇറക്കി വിട്ട പുല്ല് തിന്നും.
ഇതുപോലെ തന്നെയാ. ഈ വചനം 1000 പ്രാവശ്യം വായിച്ചാലും ബ്രദറിൽ അത് പരിവർത്തിക്കണമെങ്കിൽ അത് വിഴുങ്ങണ ഉള്ളിൽ. അതിപ്പോൾ സംഭവിക്കും. കാരണം രണ്ട് ഉയർത്തി പിടിച്ചു. യേശുവേ, സാത്താൻ വീണെന്നും ഞാൻ അറിഞ്ഞു. വീണ സാത്താന് ഇനി എന്റെ മേൽ അധികാരമില്ല. അവന്റേതായി അവനിൽ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ നടുവേദന, ഈ ഇടുപ്പിന്റെ പ്രയാസം ഇപ്പം വീണവനോട് ഞാൻ പറയുന്നു. ഇതും കൂടി ചുമന്നുകൊണ്ട് വീണോ, ഞാൻ നിന്നെ കാൽക്കീടാക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് ചെയ്തു. നേരത്തെ ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ചെയ്യാം. കുനിഞ്ഞ് നിവരാനാണ് നേരത്തെ ചെയ്യാൻ പറ്റാത്തതെങ്കിൽ ചെയ്തോ. ലജ്ജിക്കൊന്നും വേണ്ട, അതിന് ഒരു നാണം കെടുകയും വേണ്ട, ആരെ ശ്രദ്ധിക്കണ്ട. ലൈക്ക് ദിസ്. നിവർന്നു. ഇനിയും കുനിഞ്ഞു. ലൈക്ക് ദാറ്റ്. ഇവിടെ ആയിരുന്നല്ലേ പ്രശ്നം? ഇവിടെയായിരുന്നു. ഇടിക്കട്ടെ ഇവിടെ ഞാൻ. എന്തിയാ പ്രയാസം? കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നീ വിശ്വസിച്ചോണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്തോ. ഇപ്പം നിനക്കത് സംഭവിക്കും. ഓരോരുത്തരും ചെയ്തു. കമൺ ബ്രദർ. വാട്ട്സ് യുവർ നെയിം? സുരേഷ്. ബാക്ക് പെയിൻ ഉണ്ടോ? ശരിക്കുണ്ടോ? റൈറ്റ്. ഡ്രൈവറാണ്. സോ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പ്രയാസം. റൈറ്റ് ഹിയർ. ഇപ്പം പറഞ്ഞോണം, സാത്താനെ നീ വീണെന്ന കാര്യം ഞാൻ അറിഞ്ഞു. പറഞ്ഞോ. മലയാളത്തിൽ പറഞ്ഞോ, കുഴപ്പമില്ല. സാത്താനെ നീ വീണ കാര്യം ഞാൻ അറിയുന്നു. ഓൾ റൈറ്റ്, ഓക്കെ. ഞാൻ അറിഞ്ഞുപോയി. അതുകൊണ്ട് ഇനി ഇതെനിക്ക് വേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇനി ഇതെനിക്ക് വേണ്ട. In the name of Jesus. കഴിഞ്ഞു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് പറയുന്ന ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അസ്ഥിയുടെ വളർച്ച നിമിത്തം ഈ കാലിന്റെ ഇടുപ്പിൽ നിന്ന് താഴേക്ക് പ്രയാസം ഇറങ്ങി വന്നിട്ട് ഈ കാല് ചവിട്ടി നിൽക്കുമ്പോൾ ഇതാ ഇങ്ങനെ സ്ലിപ്പ് ആകുന്ന പോലെ അസ്വസ്ഥതയുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകാൻ പോകുന്നു. അവരിപ്പോ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. മൈ ഗാഡ് ജീസസ്. അത് വ്യക്തമായിട്ട് കർത്താവിനോട് പറയുന്നു. ഇതാ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നാൽ ഉടനെ ഈ ഭാഗത്ത് നിന്ന്, ഈ പോർഷനിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന പോലെ, ഈ ഇടുപ്പിൽ നിന്ന് തെന്നിപ്പോകുന്ന പോലെ പ്രയാസം വന്നിട്ട് അതികഠിനമായ വേദനയാ. പിന്നെ വല്ലയിടത്തും പിടിച്ചു നിന്നാലേ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുകയുള്ളൂ. ഈ സ്ഥിതിയിൽ 6 പരം വർഷങ്ങളായി ഇടുപ്പിൽ പ്രയാസമുള്ള വ്യക്തികൾ ഇപ്പൊ കൂട്ടമായി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അവൻ വീണെന്നറിഞ്ഞ ആ സെക്കൻഡിൽ നിന്റെ ജയം തുടങ്ങി. ആഘോഷിച്ചു, കരങ്ങളെ അടിച്ചു. സ്പീഡ് ചെയ്തു. നിവർന്നു. ഇനി സ്പീഡ് ചെയ്തു. കരം കൊണ്ട് അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. ഇങ്ങനെ കുനിയുന്ന നേരത്തെ അറിയായിരുന്നു. ഇത്രയും വരത്തുള്ളായിരുന്നു. അത്രേ വരത്തുള്ളൂ. ഇപ്പോഴോ കരം അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ. വണ്ടർഫുൾ. ഒട്ടും പെയിൻ ഇവിടെ ഇല്ല. ഒട്ടും പെയിനില്ല. രഹസ്യം അറിഞ്ഞാൽ ഈ രഹസ്യം നീ ആഘോഷിച്ച് തുടങ്ങിക്കോണം. അടുത്തിരിക്കുന്നവരോട് പറ, അറിഞ്ഞേച്ചിനി എന്നാത്തിന് നിൽക്കുക. കമോൺ സെലിബ്രേറ്റ്. പറ അറിഞ്ഞേച്ചിനി എന്നാത്തിന് നിൽക്കുക. പുറത്താക്കവനെ. അറിഞ്ഞ നീ അവനെ പുറത്താക്ക. അറിഞ്ഞ നീ അവന്ന് ആഘോഷിക്കും. സ്പെഷ്യലിസ്റ്റിനെ നോക്കി നിൽക്കണം സൗഖ്യത്തിന്.